ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം. ഓം ശ്രീ ലളിതാംബികായൈ നമഃ. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ആഴ്ച ക്ലാസ്സിന് വരാൻ പറ്റിയില്ല. കഴിഞ്ഞ ആഴ്ച വന്നെങ്കിലും എത്രയോ എത്രയോ മന്ത്രങ്ങൾ ഇങ്ങനെ കിടക്കാണ്. എപ്പ തീരും എന്ന് അറിയില്ല. ഏതായാലും ഒന്ന് ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തിട്ട് വീഡിയോ ഓൺ ചെയ്ത് വെക്കാം. അത്യാവശ്യം പേരെങ്കിലും. അത് ക്ലാസിന്റെ ഗുണകരമായിട്ടുള്ള മുന്നോട്ട് പോകുന്ന സഹായകമാകും. കഴിഞ്ഞ ക്ലാസ്സില് 63 ശ്ലോകങ്ങൾ വരെയാണ് കഴിഞ്ഞത്. പക്ഷെ അതില് കാമാക്ഷി എന്നുള്ളതിന്റെ അർത്ഥം ഏകദേശമൊക്കെ നമ്മൾ പറഞ്ഞു. കാമദായിനി എന്നുള്ള മന്ത്രം ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു തോന്നല്. ആരെങ്കിലും ഒന്ന് പറയാമോ? അതിനെക്കുറിച്ച് വിശദീകരിച്ചിരുന്നോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. കാമാക്ഷി കാമദായിനി എന്നുള്ളത് പറഞ്ഞു. ഓക്കെ. പക്ഷെ കാമദായിനി എന്നുള്ള വിഷയത്തിലെ കുറച്ചും കൂടെ ചില കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞിരുന്നു തോന്നുന്നു. എന്തായാലും കാമാക്ഷി കാമദായിനി എന്ന് വരെയുള്ള മന്ത്രം തീരുമ്പോ 23 ശ്ലോകങ്ങൾ, അതുപോലെ 63 മന്ത്രങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അമ്മയുടെ കാരുണ്യം കൊണ്ട് അത് ഉണ്ടായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ കാമാക്ഷി എന്നുള്ളതിന്റെ അർത്ഥം നമ്മൾ കണ്ടതുപോലെ കാമദായിനി എന്ന് പറഞ്ഞാല് മറ്റൊരു പല സഹസ്രനാമങ്ങളിലും അല്ലെങ്കിൽ പല ശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ഇത്തരത്തിലുള്ള അഭീഷ്ടം, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു തരുന്ന ഈശ്വരന്മാരാണ് എല്ലാം. അതുകൊണ്ടാണ് വിഗ്രഹങ്ങൾക്കെല്ലാം അഭയം മാത്രമല്ല വരദവുമുള്ളത്. വരം കൊടുക്കുക എന്നുള്ളത് ദേവന്മാരുടെ ധർമ്മമാണ്. ഉപാസിച്ച് ആ ദേവന്റെ തരംഗവുമായിട്ട് അല്ലെങ്കിൽ ആ ഇംഗിതവുമായിട്ട് ആ ഉപാസകൻ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ദേവന്റേതായിട്ടുള്ള പ്രീതി കൊണ്ട് വരം ലഭിക്കാം. അങ്ങനെ വരം ലഭിച്ചിട്ട് ആസുരിക ഭാവത്തിലേക്ക് പോയവരും വരം ലഭിച്ച് മുക്തി കിട്ടിയവരും ധർമ്മിഷ്ഠരായവരുടെ കഥകളാണ് നമ്മുടെ പുരാണങ്ങളിലെല്ലാം ഉള്ളത്. പക്ഷെ നമ്മൾ അമ്മയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോ കാമാക്ഷിയാണ്. അമ്മ ഒന്ന് നോക്കിയാൽ സമ്പൂർണ്ണ വിദ്യയും സമ്പൂർണ്ണ ലക്ഷ്മിത്വവും നമുക്ക് വരും. അമ്മയുടെ കടാക്ഷമാണ് ആവശ്യം എന്നെല്ലാം കണ്ടു. ഒപ്പം തന്നെ അങ്ങനെ അമ്മ കടാക്ഷിക്കുമ്പോ നമ്മളെ സംബന്ധിക്കുന്നിടത്തോളം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തില് നമ്മുടെ ലക്ഷ്മിത്വം എന്ന് പറയുന്നത്, ഐശ്വര്യം അല്ലെങ്കിൽ ധനം എന്നൊക്കെ പറയുന്നത് വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത്. സത്യത്തിൽ വിദ്യ ഒന്ന്, ലക്ഷ്മിത്വം വേറെയാണ്. ഒന്ന്, നമ്മൾ ജനിച്ചു മരിക്കുന്നത് വരെ മനസ്സും ശരീരവും ബുദ്ധിയെല്ലാം ഉന്മേഷമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ് ലക്ഷ്മിത്വം എന്ന് പറയാം. വിദ്യ അതിന് ഉതകുന്നതായിരിക്കണം. ഏതിലിരുന്നു കൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്, കർമ്മം ചെയ്യുന്നത്, സംസാരിക്കുന്നത്, കാണുന്നത് എന്ന് ആലോചിച്ചാൽ ഈ ശരീരത്തിൽ നിന്നുകൊണ്ടാണ്. ഈ ശരീരത്തിന്റെ പോഷണം, അതിന്റെ സംരക്ഷണം എന്തെല്ലാം വേദാന്തങ്ങൾ പറഞ്ഞാലും അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെയാണ് ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ഇതെല്ലാം ധർമ്മമാണ്. ധാരണാൽ ധർമ്മവിദ്യാഹു. നമ്മൾ ധരിക്കുന്നതാണ് ധർമ്മം. ഈശ്വരനെ അറിയണം എന്ന് വിചാരിച്ചിട്ടൊരു ധർമ്മം നമ്മൾ സ്വീകരിച്ചാൽ, അനവധി ധർമ്മങ്ങൾ ഉണ്ടാവുമല്ലോ.
ഓരോരുത്തരും ധരിക്കുന്നത് എന്താണോ അതായി തീരും. അങ്ങനെ ധരിക്കുന്നതിനെ പൂർണ്ണമായിട്ടും മുറുകി പിടിച്ചാൽ ധർമ്മോ രക്ഷതി രക്ഷിത, ആ ധർമ്മത്തെ രക്ഷിക്കുന്നവനെ ധർമ്മം രക്ഷിക്കുന്നതൊക്കെ പ്രമാണം അതാണ്. അപ്പൊ ധരിച്ചത് ഇപ്പോ നമ്മൾ ലളിതാ സഹസ്രനാമ സ്തോത്രം ജപിക്കാൻ തീരുമാനിച്ച് സാക്ഷാൽ ലളിതാ പരമേശ്വരിയെ ഉപാസിച്ച് അമ്മയെ അറിയണം, അമ്മയെ അനുഭവിക്കണം, അല്ലെങ്കിൽ അമ്മയുടെ കടാക്ഷം വേണം, അമ്മയുടെ അനുഗ്രഹം വേണം എന്ന രീതിയിൽ നമ്മളൊരു തീരുമാനം വെറുതെ എടുത്താൽ പോലെ അത് നമ്മൾ ശരിക്കും ധരിക്കണം. ധരിക്കാൻ ഇപ്പൊ ഷർട്ട് ധരിക്കണം എന്ന് പറഞ്ഞാൽ നോക്കിയാലൊന്നും പോരാ, ഷർട്ട് രണ്ട് കൈയിന്റെ ഉള്ളിലൂടെ ഇട്ട് ശരിക്കും ബട്ടൺസ് ഒക്കെ ഇട്ട് ശരിക്കും ഇടുമ്പോൾ അത് ധരിക്കുക എന്നുള്ളത്. അതുപോലെ ഈ ദേവീ ധർമ്മത്തെ ധരിക്കുക എന്ന് വെച്ചാൽ ശരീരം കൊണ്ടല്ല, മനസ്സുകൊണ്ടാണ്, ബുദ്ധി കൊണ്ടാണ്. എന്നിട്ട് വേണം അതിനെക്കുറിച്ച് ആലോകനം ചെയ്യാൻ. അങ്ങനെ ആലോകനം ചെയ്യുന്നതിനാണ് ധാരണ എന്ന് തന്നെ പറയാം. ഞാൻ ദേവിയെ ഉപാസിക്കുകയാണ്, ആ ദേവി എങ്ങനെയാണ്, ദേവിയുടെ രൂപം എങ്ങനെയാണ്, ദേവിയുടെ സ്വഭാവം എങ്ങനെയാണ്. ഒരു ഫിലിം സ്റ്റാറിനെ കുറിച്ചിട്ടാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം. അതിന് സാലോക്യം എന്നുള്ള ഭാവത്തിലെത്തും. ശരിക്ക് ആലോകനം ചെയ്യാനുള്ള ആ ഒരു ക്വാളിഫിക്കേഷനിലേക്ക് ആ സാധകൻ വരും. ആലോകനം ചെയ്യുമ്പോൾ സാലോക്യമാവും. കുറച്ചു കഴിഞ്ഞ് വീണ്ടും വീണ്ടും ആ ആലോകനം മോക്ഷം കിട്ടുന്നത് വരെ തുടർന്നുകൊണ്ടിരിക്കണം. ഒട്ടും ആ ധർമ്മത്തിൽ നിന്ന് പോവാം. അതിനൊക്കെ ആവശ്യം ശരീരമാണ്. ഈ ശരീരമില്ലെങ്കിൽ മനസ്സോ ബുദ്ധിയോ ഒന്നും പ്രയോജനമില്ലാതെയാവും. അപ്പൊ ഇതിനെല്ലാം പ്രപഞ്ചത്തിന് ഈശ്വരനെ അറിയുവാൻ വേണ്ടിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള ജീവൻ എന്ന പ്രതിഭാസത്തെ വേണ്ടവണ്ണം ഒതുക്കി അതിലേക്ക് നടക്കാനുള്ള ഒരു അനവധി ചെറിയ ഉപകരണങ്ങളോട് കൂടിയിട്ടൊരു വലിയൊരു മിഷനാണ് ശരീരം. ആ ശരീരത്തെ സംരക്ഷിക്കുക എന്നുള്ളത് പരമമായ ധർമ്മമാണ്. അതുകൊണ്ടാണ് ശരീരം ആദ്യം ശരീരത്തെ വേണം. ധർമ്മസാധനത്തിൽ ആദ്യം ശരീരം നോക്കണം. നല്ല ആരോഗ്യമുള്ള ശരീരത്തിലെ നല്ല മനസ്സ് ഇത് ഞാൻ പറയാൻ കാരണം മറ്റൊരു ദേവതയ്ക്കും പറയാത്ത ഒരു പേരാണ് കാമദായിനി എന്ന്. ഇവിടെ കാമം എന്നുള്ളതിനെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ, ഈ ആധുനിക കാലഘട്ടത്തില് നമ്മൾ പറയുന്ന സെക്സ് എന്നുള്ളതിലേക്ക് പോവരുത്. അത് കാമത്തിന്റെ ഒരു വലിയ വൈബ്രേഷൻ സിറ്റുവേഷനാണ്. പക്ഷെ അതിന്റെ താഴേക്ക് ഏറ്റവും അണുവായിട്ടുള്ള ഒരു ചിന്ത വന്നാലും അതിനൊക്കെ കാമം എന്ന് പറയാം. എന്റെ ആഗ്രഹം എനിക്ക് വലുതാണ് എന്ന് നമ്മൾ പറയാറ്. മറ്റുള്ളവർക്ക് ഇപ്പൊ എനിക്കൊരു വലിയ മാളിക കെട്ടണം എന്നാണ് ആഗ്രഹമെങ്കിൽ അതെന്റെ ആഗ്രഹമാണ്. അത് ആർക്കും തടയാൻ നിവൃത്തിയില്ല, തടയാൻ സാധ്യമല്ല. ആഗ്രഹത്തെ മാറ്റാൻ വേറൊരാൾക്ക് പറ്റില്ല. പക്ഷെ വേറൊരാൾക്ക് ഒരു കുടില് കിട്ടിയാൽ മതി എന്നായിരിക്കും. അതും ആഗ്രഹമാണ്. ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ച്, അവന്റെ ജന്മം അനുസരിച്ച്, അവൻ മുന്നോട്ട് നീങ്ങുന്നതനുസരിച്ച് വരുന്നതെല്ലാം അവനവന് ആഗ്രഹമുള്ളതാണ്. അങ്ങനെ ആഗ്രഹമുള്ളതൊക്കെ തരുന്നവളാണ് ദേവി എന്നാണ്. അല്ലാതെ ഉപാസിച്ച് വന്ന് ശക്തമായിട്ട് തപസ് ചെയ്യുമ്പോൾ വരം തരുന്നത് പോലെയല്ല അമ്മ. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരും. അങ്ങനെ വേണം വിചാരിക്കാൻ. എങ്കിലാണ് ഭക്തി ഉണ്ടാവുക. സാക്ഷാൽ ശ്രീവിദ്യാ ഉപാസനയുടെ ശരിയായിട്ടുള്ള ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ഉപാസനാ പദ്ധതി നോക്കിയാലും അവിടെ ഒന്നിനെയും ത്യജിക്കാൻ പറയുന്നില്ല. ഭോഗശ്ച മോക്ഷശ്ച കരസ്ഥ ഏവാന്നാണ്. ഈ മനുഷ്യനായിട്ട് ജനിച്ചിട്ട് എന്തെല്ലാം ഭൗതിക സുഖങ്ങൾ അനുഭവിക്കണമോ അത് മുഴുവനും ആ ഉപാസകന്റെ കൂടെ ഉണ്ടാവും. പക്ഷെ അതിനോട് ഒട്ടലുണ്ടാവില്ല. കാരണം ഉപാസിക്കാൻ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളാണ്. ഒപ്പം ആ വ്യക്തിക്ക് അതൊന്നും ബന്ധനാവില്ല. അവന്റെ ചിന്ത എപ്പോഴും മോക്ഷം എന്നുള്ളതായിരിക്കും. മോക്ഷം അവന്റെ കൂടെ ഉണ്ടാവും. പക്ഷെ സാധാരണ രീതിയിലുള്ള ഉപാസനാ പദ്ധതികളില് ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട്, ശരീരത്തെ മറന്നുകൊണ്ട് ഉള്ള ഉപാസനകള്, ശക്തമായിട്ടുള്ള വ്രതങ്ങളും മറ്റതൊക്കെ ആയിട്ട് പോയിട്ട് അവിടെ മോക്ഷം എന്നുള്ള ഒരു എന്തോ ആരും പറഞ്ഞിട്ടില്ല. എന്താണ് ഈ മോക്ഷത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ് സംഭവം എന്ന് ആരും പറഞ്ഞിട്ടില്ല. അവിടെ എത്തിക്കഴിഞ്ഞവരോട് ചോദിച്ചു, പരമഹംസ പദത്തിൽ എത്തിയവരോടൊക്കെ നമ്മൾ ചോദിച്ചു, ഋഷിമാര് ചോദിച്ചു, എന്താണ് അതിന്റെ അവസ്ഥ, എന്താണ് രൂപം, എന്താണ് അനുഭവം? അപ്പൊ അവര് പറഞ്ഞത് അനിർവചനീയം, അത് വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല. അങ്ങനെയുണ്ടോ? അനുഭവം അങ്ങനെയാണ്. ഒരിക്കലും അനുഭവം വാക്കുകളെ കൊണ്ട് പറഞ്ഞാൽ പൂർണ്ണാവില്ല. അപ്പൊ ഞാൻ എന്റെ കയ്യിൽ കുറച്ച് ക്രിസ്റ്റൽ പോലെ ചെറിയ തരി പോലെയുള്ള ഒരു സാധനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിട്ട് പറയാണ് ഇതിന് മധുരമാണ് എന്ന് പറഞ്ഞാൽ
അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, അതെ എന്നും പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നു മധുരമാണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ചതുരമാണ്, നീളമാണ്, ത്രികോണാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഒന്ന് മധുരമാണ്. അതെങ്ങനെ അറിയാൻ പറ്റും? രുചിച്ചു നോക്കണം എന്ന് പറയാനേ പറ്റൂ. അവനവൻ അനുഭവിക്കാനേ പറ്റൂ ഈ പ്രപഞ്ചത്തിന്റെ സത്യം. അതുകൊണ്ട് അവിടം വരെ എത്തുന്ന വരെ മോക്ഷത്തിന്റെ ഇപ്പം ഒരാൾക്ക് സമാധിയായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു നടുവിൽ മഠത്തിലെ അദ്ദേഹം മൂത്ത സ്വാമിയാര് സമാധിയായി എന്ന് പറഞ്ഞു. ഇത്രയും നാൾ ഇവിടെ നമ്മുടെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഒക്കെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു എല്ലാം ഉപേക്ഷിച്ച് അത്രയും ഉയർന്ന അവസ്ഥയിൽ എത്തിയ ആൾക്ക് പോലും സമാധിയാവണമെങ്കിൽ ശരീരം, എന്തിനും ശരീരം ഇല്ലാതെ പറ്റില്ല. അപ്പൊ ശരീരത്തെ പീഡിപ്പിക്കലല്ല ആധ്യാത്മികത എന്ന് തന്ത്രശാസ്ത്രം എല്ലാ സ്ഥലങ്ങളിലും പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ ഉപാസിക്കാനായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിയെ കുറിച്ചിട്ടാണ് ഇവിടെ കൂടുതൽ നമ്മൾ പറയാൻ പാടും. മറ്റെല്ലാം സാധിച്ചോളൂ, അതൊക്കെ നിസാരാണ്, അതൊക്കെ അവിടെ കിട്ടുന്നതാണ്, ശ്രമിച്ചാൽ വരുന്നതാണ്. പക്ഷെ ധർമ്മം അർത്ഥം എന്ന് കഴിഞ്ഞ് ആ ധർമ്മത്തെ സ്വീകരിച്ച് ആ ധർമ്മത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എന്തെല്ലാം സന്നാഹങ്ങൾ, ധനം വേണോ അതൊക്കെ സ്വീകരിച്ചു പോകുമ്പോൾ ഉണ്ടാവേണ്ട കാമം മോക്ഷത്തിനായിരിക്കണം. അപ്പോഴാണ് പുരുഷാർത്ഥാവുന്നത്, ധർമാർത്ഥ കാമ മോക്ഷങ്ങളാവും. പക്ഷെ നമ്മള് ധർമ്മം എന്നുള്ളത് അർത്ഥത്തിന് വേണ്ടി നമ്മൾ സ്വയം ധർമ്മങ്ങൾ ഉണ്ടാക്കും. അതുപോലെ സുഖിക്കാൻ വേണ്ടി, കാമത്തിന് വേണ്ടി നമ്മൾ ധർമ്മം ഉണ്ടാക്കും. മോക്ഷം നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. ഇതാണ് കലികാലത്തിന്റെ കുഴപ്പം. സർവേ വിപരീത ഭവിഷ്യന്തി കലയുഗേ. കലിയുഗത്തിലെല്ലാം വിപരീതമാവും. ഏത്? ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ. കാമത്തിന്റെ സ്ഥാനത്ത് ധർമ്മവും, ധർമ്മത്തിന്റെ സ്ഥാനത്ത് അർത്ഥവും, അർത്ഥത്തിന്റെ സ്ഥാനത്ത് മോക്ഷവും. ഇങ്ങനെ ഏതാണ് ഇതിലെ ശരി എന്ന് അറിയാൻ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു കാലഘട്ടമാണ് കലി എന്ന് പറയുന്ന യുഗം. അതാണ് ഇപ്പൊ നിങ്ങൾക്കറിയാലോ, ഓരോ ദിവസവും നമ്മൾ കാണുന്നതാണ്. ഏറ്റവും വിശ്വാസം ഉണ്ടായിരുന്ന ഒരു വസ്തുതയെ പോലും ഒരു നിമിഷം കൊണ്ട് വിശ്വാസം ഇല്ലാതായി പോകുന്ന കാലത്തിന്റെ ഒരു കളി. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് അത്രയും പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ്, ഈ ശരീരത്തിന് പ്രാധാന്യം ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാവില്ല. നമ്മുടെ അച്ഛനും അമ്മയും ആ ശരീരത്തെ വേണ്ടവണ്ണം ഉപയോഗിച്ചതിന്റെ ഫലമാണ്, അത്രയും പവിത്രമായിട്ട് ഉപയോഗിച്ചതിന്റെ ഫലമാണ് വിവാഹം തുടങ്ങി പഞ്ചമേനി ദശമേനി പോലെയുള്ള അനവധി ഉയർന്ന തരത്തിലുള്ള സങ്കല്പത്തിലൂടെ ദാമ്പത്യം അനുഭവിച്ചതിന്റെ പേരിലാണ് ഉയർന്നുയർന്ന മഹാത്മാക്കളുണ്ടായ ശങ്കരാചാര്യ ഭഗവത്പാദര് പോലും. അപ്പോ ഗൃഹസ്ഥാശ്രമമാണ് എല്ലാ ആശ്രമങ്ങൾക്കും ആശ്രയം എന്ന് പ്രമാണമുണ്ട്. ബ്രഹ്മചാരി ഉണ്ടാവണമെങ്കിൽ ഗൃഹസ്ഥൻ വേണം. വാനപ്രസ്ഥത്തിലേക്ക് പോണെങ്കിൽ ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിക്കണം. വാനപ്രസ്ഥന് സന്യാസിക്കും ഭിക്ഷ എടുക്കണമെങ്കിൽ ഗൃഹസ്ഥന്റെ അടുത്തേ പോകാൻ പറ്റൂ. എല്ലാത്തിനും ആശ്രയം. സന്യാസി ഉണ്ടാവാൻ പോലും, മോക്ഷത്തിലേക്കൊരു ആത്മാവിനെ കടത്തിവിടാൻ, ആ മോക്ഷം കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു ആത്മാവിന് ശരീരം കൊടുത്ത അച്ഛനും അമ്മയും ഏറ്റവും പവിത്രമാണ്. ആ ശരീരം കൊടുക്കുവാൻ ഉപയോഗിക്കുന്ന കാമശാസ്ത്രം അതുകൊണ്ട് ഏറ്റവും പവിത്രമാണ്. ആ കാമം ഇല്ലെങ്കിൽ നമ്മളൊന്നുമില്ല. നമ്മളൊക്കെ കാമത്തിന്റെ ഉദ്ഭവങ്ങളാണ്. സോ അകാമയത ബഹുസ്യാം പ്രജായേയ. അവൻ ആഗ്രഹിച്ചു ഞാൻ പലതായി ഭവിക്കട്ടെ. പ്രപഞ്ചത്തിന്റെ ആദ്യ വിസ്ഫോടനമാണ്. അവിടുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അപ്പൊ നമ്മളിലൊക്കെ DNA പോലെ ഉള്ളത് ആഗ്രഹമാണ്. അത് നമ്മുടേതായിട്ടുള്ള ചാക്രികമായിട്ടുള്ള നമ്മുടെ സഞ്ചാരത്തിൽ ജനനം മരണം ഇതിൽ പോകുന്ന സമയത്ത് എല്ലാത്തിനും വ്യത്യാസം ഉണ്ടാവും. അതാ ഞാൻ പറഞ്ഞേ, ചെറിയൊരു ആഗ്രഹം പോലും കാമം തന്നെയാണ്. അങ്ങനെയുള്ള ആ കാമത്തെ തരുന്നവളാണ് ദേവി എന്ന് പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിൽ ബ്രഹ്മാവിന് പോലും ബ്രഹ്മാവിന്റെ ആഗ്രഹം എന്തായിരിക്കും? ബ്രഹ്മാവിന് ആഗ്രഹമൊന്നുമില്ല. ശരിക്കും ബ്രഹ്മാവിന്റെ കഥ പറയുന്നത്, ബ്രഹ്മാവ് ഇങ്ങനെ കണ്ണു തുറന്നപ്പോൾ ഒരു താമരയുടെ ഉള്ളിലിരിക്കുന്നത് ഞാൻ ആരാണ്, ഓഹം ഞാൻ ആരാണ്, ഞാൻ എവിടെയാണ്, എന്റെ ആധാരം എവിടെയാണ്, എന്തിൽ നിന്നാണ് ഞാൻ ഉണ്ടായെന്ന് വിചാരിച്ചെന്നാണ് ബ്രഹ്മാവ്. പിന്നെ ആ താമരയുടെ ഉള്ളിലൂടെ പോയപ്പോഴാണ് അനന്തശായിയാക്കുന്ന വിഷ്ണുവിനെ കണ്ടത്. ആ വിഷ്ണുവിന്റെ അടിസ്ഥാനം ഇങ്ങനെ 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 അന്വേഷിച്ച് പോകുമ്പോൾ ഇതിന്റെ എല്ലാം അടിസ്ഥാനം ദേവിയാണ് എന്ന്. ദേവി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അമ്പലത്തിലെ ദുർഗയോ ഭദ്രകാളിയോ സരസ്വതിയോ അല്ലെങ്കിൽ വനദുർഗ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. അത് അങ്ങനെ ആ തരത്തിലേക്ക് എത്തുവാനായിട്ട് ധിഷണാശാലികളായ ഋഷിമാർ ഉണ്ടാക്കി വച്ചിട്ടുള്ള ഒരു വലിയ അപ്ലൈഡ് തന്ത്രമാണ് ക്ഷേത്ര ഉപാസനയൊക്കെ. എതിലൂടെ പോയാലും കേശവം പ്രതിഗച്ഛതി. ആ ഈശ്വരനിൽ ചെന്ന് എത്തണം. അതിന് പലരുടെയും പല ധർമ്മമായതുകൊണ്ട്, പലതരത്തിലുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട്
ആ ആഗ്രഹത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് അവരുടെ ജീവൻ എന്നതുകൊണ്ട് പല 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 തലങ്ങൾ ഉണ്ടായിരുന്നു. എത്രയൊക്കെ ആയാലും ഒരു ജന്മത്തിൽ മോക്ഷം കിട്ടിയേ പറ്റൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതെല്ലാം ഈ ആഗ്രഹങ്ങൾ തീർന്നു പോകണം. തീർന്നു പോകാന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഗുരുനാഥനോട് ചോദിച്ചു, ഈ വേദാന്തത്തെ കുറിച്ച് എന്താ അഭിപ്രായം? ഈ മോക്ഷം അവിടെ കിട്ടുക എന്ന് വെച്ചാൽ അവിടെ എന്താ ഡ്രൈയാടാ, പിന്നെന്തിനാ? തെങ്ങ് പോലെ ആ സുഖം. തെങ്ങിന്റെ എല്ലാം ഉപയോഗിക്കാം. ചില മരങ്ങൾക്ക് അതിന്റെ ഫലം മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. തെങ്ങിന്റെ സമ്പൂർണ്ണ എന്തുണ്ടായാലും അതിനൊക്കെ ഉപയോഗിക്കാം. കൽപ്പവൃക്ഷം പോലെയാണ്. അതിന് ഭക്തിയാണ് നല്ലത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉപാസനകളും ഭക്തിയും അങ്ങനെ എന്തൊക്കെയാണോ നമുക്ക് സന്തോഷം കിട്ടാൻ, അത് ഇപ്പോഴും സുഖം കിട്ടും, പിന്നെയും സുഖം കിട്ടും. എന്തിനാണ് മോക്ഷം ആഗ്രഹിക്കുന്നത്? മനുഷ്യനായിട്ട് ജനിച്ച് എപ്പോഴും ആനന്ദിച്ച് നടന്നാൽ പോരെ എന്നൊക്കെ എന്റെ ഗുരുനാഥൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും. നമ്മുടെയൊക്കെ ഓരോ ജീവിതത്തിലേക്ക് ആലോചിക്കും. അപ്പൊ ഈ നമ്മൾ ക്ലാസ്സിൽ വന്ന് ഇരിക്കണത് എന്തിനാണ്? ലളിതാ സഹസ്രനാമ സ്തോത്രം പഠിക്കണം. എന്തിനാണ്? നിത്യം ശരിക്കും തെറ്റായിട്ട് ചൊല്ലണം. എന്തിനാണ്? ഉത്തരം ആർക്കെങ്കിലും പറയാമോ? ലളിതാ സഹസ്രനാമ സ്തോത്രം ജപിക്കുന്നത് എന്തിന്? ഒരാളൊന്ന് മൈക്ക് മ്യൂട്ട് മാറ്റിയിട്ട് ഒരു അഭിപ്രായം പറയാമോ? മോക്ഷത്തിന്. മോക്ഷത്തിന് എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് പറയാൻ, രക്ഷപ്പെടാൻ ഇത് നല്ലതാണ് വാക്ക്. ലളിതാ സഹസ്രനാമ സ്തോത്രം ജപിക്കുമ്പോഴൊക്കെ എനിക്ക് മോക്ഷം തരണേ എന്നാണോ? ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവണം. ആ ദേവിയെ കുറിച്ച് അറിയാനും ആനന്ദം അനുഭവിക്കാനും. അതെ, പഠിക്കുന്നത് ചൊല്ലാനാണ്. അത് ചൊല്ലുമ്പോൾ നല്ല രീതിയിൽ സങ്കല്പിച്ച് ചൊല്ലാൻ വേണ്ടി ഞാൻ പഠിപ്പിക്കുന്നത്. അങ്ങനെ നിത്യം രാവിലെ വൈകിട്ട് ചൊല്ലുമ്പോൾ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവണം. അതാണല്ലോ നമ്മുടെ സാധാരണ ചിന്ത. അതാണല്ലോ, നമ്മളൊന്നും വലിയ ആൾക്കാരല്ല. എന്തിലേക്ക് അനുഗ്രഹം ഉണ്ടാവണം? എന്റെ ജീവിതത്തിൽ കഷ്ടപ്പാടൊന്നും ഉണ്ടാവരുത്, ദുരിതമൊന്നും ഉണ്ടാവും. അമ്മേ എപ്പോഴും എന്നെ രക്ഷിക്കണേ, ശരണം പ്രപദ്യേ. അല്ലാതെ ശ്രീമാത മോശം കിട്ടിയില്ലല്ലോ, ശ്രീ മഹാരാജി മോശം കിട്ടുമോ, ഇങ്ങനെയല്ല. പക്ഷെ നമ്മൾ ഇത്രയും നാളും ചൊല്ലി പോകുന്നത് കുറച്ചൊക്കെ തെറ്റുകൾ. അപ്പൊ തെറ്റ് വരുത്തണ്ട. നമുക്ക് അറിയില്ല മോക്ഷം എന്താന്ന്. പിന്നെ എന്തിനാ അറിയില്ലാത്ത ഒന്നിന്റെ പുറകെ പോണോ? അവിടെ എന്താ വേണ്ടത്? സ്വന്തം പെറ്റമ്മയുടെ ഈ ലോകത്തുള്ള കോടാനുകൂടി ബ്രഹ്മാണ്ടങ്ങളിലെ എല്ലാ പെറ്റമ്മമാരുടെയും അമ്മയാണ്. എത്ര മുത്തശ്ശി എന്ന് വിളിച്ചാലും മതിയാവില്ല. ആ അമ്മയോട് എന്ത് ചോദിക്കാനാണ്? ഒരു കൊച്ചു കുട്ടിക്ക് അറിയാം എന്റെ അമ്മ IAS കളക്ടറാണ്, വലിയ വിദ്യാഭ്യാസമുള്ള ആളാണ്, ഇഷ്ടംപോലെ സ്വത്തുള്ള ആളാണ്. കൊച്ചുകുട്ടി എന്താ പറയാ? അമ്മ വിശക്കണം, എനിക്ക് എന്തെങ്കിലും താന്നേ പറയും. അല്ലാതെ എനിക്ക് പൈസ വേണമെന്നോ അല്ലെ അമ്മയുടെ IAS ഉദ്യോഗസ്ഥൻ പറയുമോ? ആ നിഷ്കളങ്കത, ഒരു 3 വയസ്സുള്ള കുട്ടിയുടെ നിഷ്കളങ്കതയോട് കൂടി വേണം ഏതൊരു മനുഷ്യനും ഉപാസിക്കാൻ. അപ്പോഴാണ് അമ്മയുടെ ആ ഉള്ളു നിറഞ്ഞ് കരുണ വഴിഞ്ഞിട്ട് ആ ആഗ്രഹം സാധിച്ചു തരും. അങ്ങനെ അമ്മ സാധിച്ചു തരുന്നു എനിക്കെല്ലാം എന്ന് ചിന്തിച്ച് വരുമ്പോഴാണ് വിശ്വാസം കൂടുക. അതിൽ പരീക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ അമ്മ തന്നെ കുട്ടിയെ നടത്താൻ പഠിപ്പിക്കുമ്പോൾ പിച്ച വെക്കുമ്പോഴൊക്കെ വീഴും എന്ന് അമ്മയ്ക്ക് അറിയാമെങ്കിലും അമ്മ അങ്ങനെ നടത്തും. പക്ഷെ ഒരു കൈ ഇങ്ങനെ ഉണ്ടാവും, ഇപ്പൊ വീഴും എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഭാവത്തോടു കൂടി അമ്മയെ ഉപാസിക്കുമ്പോ അതിന് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ലളിതാ സഹസ്രനാമ സ്തോത്രം ചൊല്ലലാണ്, സ്തുതിക്കലാണ്. എനിക്ക് ഏറ്റവും പ്രിയമായിട്ടൊന്നും ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടാക്കി. അപ്പൊ മക്കളൊക്കെ ജപിക്കാൻ തുടങ്ങുന്ന അമ്മയ്ക്ക് അറിയാം. ഈ ബ്രഹ്മാവ്, വിഷ്ണു, ശിവനൊക്കെ അവരുടെ സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങൾ അമ്മ ഏൽപ്പിച്ചത് കൃത്യമായി നടക്കുവാൻ വേണ്ടി ഇന്നും ജപിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മയുടെ പ്രീതി ഉണ്ടാവാനായിട്ട് ലളിതാ സഹസ്രനാമ സ്തോത്രം. ഇത് ശാസ്ത്രീയനാണ്. അമ്മ ശാസിച്ചിട്ടാണ് അവരോട്, മക്കളോട് പറയണ പോലെയാണ്. സ്വന്തം മക്കളാണ്. കാരണം ബ്രഹ്മാവിന് എന്തിന്റെ ആവശ്യമാണ്? ബ്രഹ്മാവല്ലേ എന്ന് ചോദിച്ചാൽ തനീയാം സംപാംസും തവ ചരണപങ്കേരുഗഭവം വിരിഞ്ചി സഞ്ജുന്നൻ വിരചയതി ലോകാൻ അവികലം. അല്ലെ? മഹത്യേനം ശൗരിക്കഥമപി സഹസ്രേണ ശിരസാം ഹരത് സംക്ഷുദ്യൈനം ഭജതി ഭസിതോദ്ധൂളനവിധി. സൗന്ദര്യലഹരിയിൽ 2ാമത്തെ ശ്ലോകത്തില് ശങ്കരാചാര്യർ തന്നെ പറഞ്ഞു വെച്ചതായത്. അല്ലയോ ഭഗവതി, തവ നിന്റെ എന്താണ് ചരണപങ്കേരുക ഭവം പാംസും തനീയാംസം പാംസും.
അമ്മയുടെ പാദത്തിൽ നിന്ന് ഇങ്ങനെ വരുന്ന തവ ചരണ പങ്കേരുഹം, അമ്മയുടെ കാലിൽ നിന്ന് ഇങ്ങനെ വരുന്ന ആ പൊടി, കാലിന്റെ അടിയിൽ നമ്മൾ നടക്കുമ്പോ എനിക്കൊരു സംശയമുണ്ട്, അമ്മയുടെ കാലിൽ എങ്ങനെ പൊടി പറ്റും എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതിന് ഉത്തരം കിട്ടിയിട്ടില്ല. അമ്മ പൊടി പറ്റണമെങ്കിൽ ഭൂമിയിൽ നടക്കണ്ടേ? പക്ഷെ പൊടി എന്ന് പറയുന്ന ബ്രഹ്മാണ്ടത്തിലെ അതിസൂക്ഷ്മമാണ്, അണുസിദ്ധാന്താണ്. അങ്ങോട്ട് പിന്നെ ചിന്തിക്കുക. ഇപ്പൊ അതിൽ ആവശ്യം കാമദായിനി കൃത്യമാവാൻ വേണ്ടിയിട്ടാണ്. ആ വിരിഞ്ചി ബ്രഹ്മാവ് തവ ചരണപങ്കേരുക ഭവം, അവിടുത്തെ പാദത്തിൽ നിന്ന് വരുന്ന പൂമ്പൊടി എന്ന് വെച്ചാൽ ആ മൺതരി എന്നൊക്കെ പറയില്ലേ, അതിന്ന് ഭവിക്കുന്നത് എടുത്തിട്ട് ലോകാൻ അവികലം വിരചയതി, ലോകത്തെ ഒരു തരത്തിലും കുറവില്ലാതെ പരസ്പരം തട്ടിമുട്ടാതെ, ഇത് ഒരു കുഴപ്പമുണ്ടാവരുത് വെച്ചാൽ അമ്മയുടെ കാലിന്റെ അടിയിൽ നിന്നും പാദത്തിന്റെ അടിയിൽ നിന്നും ഒരു ചെറിയ പൊടി എടുത്തിട്ടാണ് കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങൾ ബ്രഹ്മാവ് സൃഷ്ടിച്ചത്. അപ്പൊ അമ്മ ആരായിരിക്കും? ആ അമ്മയെ കുറിച്ചാ പഠിക്കുന്നത്. എന്നിട്ടോ ഇരിഞ്ചി സഞ്ജുന്നൻ വിരജയതി ലോകാനവികലം. പിന്നെ ശൗരി വിഷ്ണു കഥമപി സഹസ്രേണ ശിരസാം, വളരെ കഷ്ടപ്പെട്ട്, എങ്ങനെയാണെന്ന് ചോദിക്കരുത്, അത്ര കഷ്ടപ്പാടാണ് വിഷ്ണുവിന് എന്നാണ്. കഥമപി എങ്ങനെ രക്ഷിക്കുന്നു, ഇത് പരസ്പരം തട്ടിമുട്ടാതെ സൂര്യൻ ചന്ദ്രനിലേക്കും ഒരു ബ്രഹ്മാണ്ടം മറ്റൊരു ബ്രഹ്മാണ്ടത്തിൽ ബ്രഹ്മാവ് സൃഷ്ടിച്ച് വെച്ചിട്ടുള്ളൂ, സൃഷ്ടിച്ചത് മുന്നോട്ട് പോകണ്ടേ? ഇങ്ങനെ 1000 തലകളെ കൊണ്ട് സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് എന്ന് പുരുഷ സൂക്തത്തിൽ പറയുന്ന ആ പുരുഷൻ, വിരാട് പുരുഷൻ, ഈ ബ്രഹ്മാവ് ഉണ്ടാക്കിയ കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങളെ പരസ്പരം തട്ടിമുട്ടി താഴെ വീഴാതെ 1000 തല കൊണ്ട് താക്കി എങ്ങനെയൊക്കെയോ കൊണ്ട് നടക്കുകയാണ്. അമ്മയുടെ പാദത്തിലെ ഒരു ചെറിയ ധൂളിയാണ്. അവിടേക്കാണ് ഇന്ന് സയൻസ് എത്തി നിൽക്കുന്നതാണോ സിദ്ധാന്തം. അങ്ങനെയുള്ള ആ ഭൂമിയുടെ ഈ ബ്രഹ്മാണ്ട കോടികളുടെ തീരാറായി സമയം എന്നറിയുമ്പോ എന്ത് ചെയ്യും? വിരിഞ്ചി സഞ്ജുന്നൻ വിരജയതി ലോകാനവികലം. പിന്നെ ശൗരി കഥമപസഹസ്രേണ ശിരസ രക്ഷിക്കുന്നു. പിന്നെന്താണ്? തനീയാം സംപാംസും തവ ചരണ പങ്കേരുകഭവം വിരിഞ്ചി സഞ്ജുന്നൻ വിരജയതി ലോകാനവികലം. പിന്നെ ഹരസംക്ഷുദ്ധ്യൈനം ഭജതി ഭസിതോദ്ധൂളന വിധിം. ഭസിതോദ്ധൂളന വിധം, ഭസിത എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിച്ചത് എന്നർത്ഥം. എന്തിന്റെ ഭസിതം വെച്ചാൽ ഭസ്മം എന്നർത്ഥം. ധൂളം എന്ന് വെച്ചാൽ ധൂളനം, ധൂളി, പൊടി, ഭസ്മധൂളികളാക്കും. അതായത് ഭസ്മം നമ്മളൊക്കെ നിത്യം തൊടാറുള്ളതല്ലേ. എന്തിനെ കൊണ്ട്? തന്റെ കയ്യിലേക്ക് ഈ കോടാനുകൂടി ബ്രഹ്മാണ്ടങ്ങളൊക്കെ ഇങ്ങോട്ട് എടുത്തു വെക്കും. എന്നിട്ട് 2 അടിയെ സംക്ഷുദ്ധ്യ, അതിനെ അടിക്കും, അടിച്ച് പൊടിച്ച് ഭസ്മമാക്കിയിട്ട് ഭസ്മ ധരിക്കും മഹാദേവൻ. ഏതിന്? അമ്മയുടെ കാലിലെ ആ ചെറിയ അണുപോലെയുള്ള ഒരു പൂമ്പടി ബ്രഹ്മാവ് എടുത്തിട്ട് ഈ കോടാനുകൂടി ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ അണോരണിയാൻ മഹതോ മഹിയാൻ, അണുവിലും അണുവാണ് ബ്രഹ്മം, മഹത്തിലും മഹത്താണ് ബ്രഹ്മം. ആ അണുവിൽ സിദ്ധാന്തം തുടങ്ങി മഹത്ത് വരെയുള്ള പ്രമാണങ്ങളാണ് ഭാഗവതത്തിലാണെങ്കിലും എല്ലാ ശാസ്ത്രങ്ങളിലും പറഞ്ഞു. അതിലേക്ക് എത്തിയാലാണ് അഹം ബ്രഹ്മാസ്മി ശരിയാവും. അപ്പൊ ഇങ്ങനെയുള്ള ആ ബ്രഹ്മാവിന് പൊടി കിട്ടാൻ എത്ര കാലം കാത്തിരിക്കണം? അമ്മയുടെ താഴെ ഇങ്ങനെ കൈ വിടാതെ ഇരിക്കേണ്ട വരും. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ എത്ര കാലം ഇതിനെ ചുമന്നുകൊണ്ട് ഇതിനൊക്കെ ശക്തി തരാൻ ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി എന്ന് പ്രാർത്ഥിക്കുമ്പോ അമ്മയുടെ ആ സന്തോഷം, കൃപ വരുമ്പോൾ ഇവർക്കൊക്കെ ശക്തി കിട്ടുന്നു എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്ക് പോലും അനുഗ്രഹം അവരുടെ ഈ നമുക്കൊന്നും അറിയില്ല. നമുക്കൊരു വീട് കൊണ്ട് നടക്കാൻ, ഒന്ന് ശരീരം കൊണ്ട് നടക്കാൻ നമുക്ക് പറ്റണില്ല അല്ലേ? ഞാൻ കേമനാണ് എന്ന് പറഞ്ഞാലും ഷുഗറും ബിപിയും അതൊക്കെ വരുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ്. കിട്ടിയ ശരീരം കൊണ്ട് ദുരിതമല്ലാതെ ഒന്നുമില്ല. ശരീരം കിട്ടിയോ തുടങ്ങിയ ദുരിതം. എന്നിട്ട് ആ ശരീരത്തേക്ക് എങ്ങനെയൊക്കെ അല്ലെ തലമുടി ഒന്ന് നരച്ചു പോയാൽ എന്തൊരു വിഷമാണ്. പിന്നെ എന്തെങ്കിലും കൺമഷീങ്ങൾ എടുത്ത് തേച്ച് അവിടെ റെഡിയാക്കും. എന്തിനാണ് എന്ന് ആലോചിച്ചിട്ടില്ല. മറ്റുള്ളവരെ കാണാൻ എന്ന് പറഞ്ഞ ആൾ കാണാനൊന്നുമില്ല. പിന്നെ എന്തിനാ അത്? ഇങ്ങനെ എങ്ങനെ കണ്ടു നര? കണ്ണാടി നോക്കിയപ്പോഴാണ് കണ്ടത്. എല്ലാത്തിനെയും കാണുന്ന കണ്ണുകൊണ്ട് നമുക്ക് നമ്മളെ കാണാൻ പറ്റുന്നില്ല, അത് മറന്നു പോകുന്നു. മറ്റുള്ളവര് കാണുമോ? എങ്ങനെ അറിയാം? ഞാൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് കണ്ണാടികൾ കൊണ്ടു വെക്കുമ്പോഴാണ് പലതും. അപ്പോഴാണ് നമ്മുടെ അണിഞ്ഞൊരെങ്കിലും നമ്മുടെ സ്റ്റൈലും
ഇത് ശരീരത്തെ അതൊക്കെ സുന്ദരമാക്കി തന്നെ വയ്ക്കണം എന്നാണ് തന്ത്രശാസ്ത്രം, ലളിതാശാസ്ത്രം നമുക്ക് പറയാം. ആ ആഗ്രഹം മുതൽ മോക്ഷം എന്ന പരമമായിട്ടുള്ള അമ്മയിലേക്ക് ലയിക്കുന്ന അവസ്ഥ വരെയുള്ള എല്ലാം അമ്മ തരും. ആ കാമത്തെ അപ്പൊ എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം? ഡോക്ടർ ആവണം. ഡോക്ടറായിട്ട് പൈസ ഉണ്ടാക്കണം. ഏറ്റവും താഴത്തേക്ക് പോകുന്നു. പാമ്പും കോണിയും കടിക്കുന്ന പോലെയാണ്. ഇങ്ങനെ കോണിക്കടെ കയറി അടുത്ത പാമ്പിന്റെ വരെ താഴത്തോട്ട് വരുന്നില്ല. പഠിച്ച് 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 MBBS പഠിച്ച് അതിന്റെ അപ്പുറം എന്നിട്ട് ഡോക്ടറായിട്ട് പിന്നെ ഡോക്ടർ, പിന്നെ പൈസ ഉണ്ടാക്കലാണ്. അല്ലെങ്കിൽ പിന്നെ തീർന്നു. അതിന്റെയും അപ്പുറമുണ്ട് ഡോക്ടറായിട്ട്, ഡോക്ടർ അല്ലാതായിട്ട്, അങ്ങനെ പോകണം. ഒന്നുമല്ല, അത് സ്വയം തോന്നണം. ഇപ്പൊ മാവുണ്ട്, മാവിൽ ധാരാളം പച്ച മാങ്ങയുണ്ട്. എങ്ങനെ നമുക്ക് അത് ആ വൃക്ഷത്തിന്റെ ധർമ്മമാണ്. നമ്മള് കല്ലെറിഞ്ഞ് വീഴ്ത്തും, അതിന് പുളിയായിരിക്കും. അതിന് ഇങ്ങനെയൊക്കെ വരും, അതിന്റെ മാങ്ങയുടെ ആ ചൊന വരും, പുളിയായിരിക്കും, കഴിക്കാനും പറ്റില്ല സ്വാദോട് കൂടിയിട്ട്. പക്ഷേ അതിൽ നിന്ന് 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 അത് പൂർണ്ണ പാകമാകുമ്പോൾ ഞെട്ടറ്റ് വീഴും. അത് നല്ല മധുരായിരിക്കും. അപ്പൊ നമ്മുടെ ഉള്ളിലെ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം എന്ന് പറയുന്ന ഷഡ്വികാരങ്ങളെ നമ്മള് ആധ്യാത്മികതയുടെ എന്തെങ്കിലും പേര് പറഞ്ഞ് കേട്ടിട്ട് ഞാൻ ഇന്ന് മൗനവ്രതാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഒരിക്കലാണ്, ഏകാദശിയാണ്, എന്താ ചെയ്യാ, ഇന്ന് ചപ്പാത്തി കഴിക്കൂ, വയറ് അപ്പൊ ചപ്പാത്തി കഴിക്കാമല്ലോ ഇന്ന് എന്നുള്ള ചിന്തയിലാണ്. വിശപ്പ് സഹിക്കാൻ പറ്റില്ല. വിശന്നിരിക്കാൻ ആരും പറയുന്നില്ല. ഉപവാസം ഭഗവാന്റെ കൂടെ ഇരിക്കാന്ന, ഉപവസിക്കാണ് ഉപവാസം. അതൊക്കെ മറന്നിട്ട് ഷഷ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്ക് 5 ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സിനെയും അടക്കുമ്പോഴാണ് 6 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും മനസ്സും കൂടെ അടക്കിയ ഞാനില്ല. അതാണ് ഏകാദശി. ഇതൊക്കെ പറഞ്ഞാൽ ആരും ഒന്നും ചെയ്യും. പക്ഷെ നമ്മൾ അതിലേക്ക് നയിക്കാനായിട്ട് ചില ഇഷ്ടമുള്ളതൊക്കെ ത്യജിച്ച് ഇഷ്ടമില്ലാത്തതിനെ സ്വീകരിച്ച് അങ്ങനെ പോയി മനസ്സിന് പാകത വരാൻ അപ്പോഴും ശരീരം നമ്മള് വളരെ എന്താ കാരണം? ഇതിനൊക്കെ കാരണം ഭയമാണ്. എല്ലാത്തിലും ഭയ. നമുക്ക് സർവം വസ്തു ഭയാൻവിതം ഭവി നിർണാം. ഈ മനുഷ്യർക്ക് എല്ലാ വസ്തുക്കളിലും ഭയമാണ്. അത് പ്രശ്നമാകും. എപ്പോഴും ഭയം എന്തുകൊണ്ടാണ്? എനിക്ക് ദുരിതം വരുമോ, എനിക്ക് സങ്കടം വരുന്നൊന്നും എനിക്കിഷ്ടമല്ല. പക്ഷെ അമ്മ പറയുന്നു, നിന്റെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാം, അമ്മയെ അറിയാൻ ശ്രമിച്ചാൽ മതി. ഇവിടെ കാമദായിനി എല്ലാവർക്കും മനസ്സിലായി. കാമം എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നമുക്ക് ലൈംഗിക സുഖം തരും എന്ന് വിചാരിക്കരുത്. അതും അമ്മ തരും. അതുകൊണ്ടാണ് അമ്മ ലളിതാശാസ്ത്രത്തിനകത്ത് അവസാനം യോനി നിലയായ നമ ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വളരെ ഗുഹ്യമായിട്ട്, വളരെ രഹസ്യമായിട്ടൊക്കെ ഗുരുവിന്റെ അടുത്ത് പോയിരുന്ന എന്താണ് ഈ യോനി എന്ന് മനസ്സിലാക്കേണ്ടതാണ്. പബ്ലിക്കായിട്ട് പറഞ്ഞാൽ വെറുതെ തെറ്റിദ്ധരിക്കരുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താണ് ഉള്ളിന്റെ ശരിക്കും അമ്മ ഇങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ നടന്നിരിക്കും. 100-ൽ 110% എനിക്ക് അനുഭവമാണ്. അതുകൊണ്ട് ആഗ്രഹിക്കാറില്ല. ഇപ്പൊ എന്താ യഥേച്ഛസി തഥാ ഗുരു എന്ന് അർജുനോട് കൃഷ്ണൻ പറഞ്ഞ വാക്ക്, അമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും, എന്താണോ ഇഷ്ടം അങ്ങനെ ചെയ്തോളൂ എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് എത്താൻ കാരണം ചില കാര്യങ്ങളൊക്കെ നമ്മളെ പരീക്ഷിച്ച് വരുമ്പോൾ ഞാൻ വിചാരിച്ചതൊന്നും അല്ല നടക്കുന്നത്. അമ്മ അപ്പൊ ഇവിടെ രണ്ടർത്ഥം പറയാം. അമ്മയുടെ കാമത്തെയാണ് നമുക്ക് തരിക. അമ്മയുടെ കാമം എന്താണ്? ഒരമ്മയ്ക്ക് എന്താ ഇഷ്ടം? മക്കൾ എപ്പോഴും അടുത്ത് വേണമെന്നാണ്. അപ്പൊ ആ അമ്മയുടെ ആഗ്രഹം, ഒരു അമ്മയ്ക്ക് എന്താ ആഗ്രഹം? എന്റെ മക്കൾ എപ്പോഴും എന്റെ കൂടെ വരണം, ഇതേ ഉള്ളൂ. അതുപോലെ അമ്മയിൽ നിന്ന് അകന്നു പോയിട്ടുള്ള അമ്മയുടെ അംശഭൂതങ്ങളായിട്ടുള്ള, പ്രത്യേകിച്ച് അതിൽ ഏറ്റവും ഉത്കൃഷ്ടമായ മനുഷ്യജന്മം കിട്ടിയിട്ടുള്ള നമ്മൾ എപ്പോഴും അമ്മയുടെ കൂടെ ഇരിക്കുക. പക്ഷെ നമ്മൾ അമ്മയെ വിട്ടു പോവാണ്. അതുകൊണ്ട് അമ്മ പല പല പ്രശ്നങ്ങളുണ്ടാക്കി, പരീക്ഷണം ഉണ്ടാക്കി, തടഞ്ഞു നിർത്തി തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം അമ്മ ചെയ്യാണ്. അപ്പൊ ആ അമ്മയുടെ കാമം, അമ്മയുടെ ആഗ്രഹം, മക്കളെ കൂടെ വേണമെന്നുള്ള ആഗ്രഹമാണ് തരുന്നത്. അതിന് മക്കളായതുകൊണ്ട് ഇഷ്ടങ്ങൾ സാധിപ്പിച്ചു തരും. ഈ കാര്യത്തില് ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞാൽ ചെറിയൊരു അനുഭവം പറയാം. പക്ഷെ അത് നിങ്ങൾക്ക് ഇതിലിരിക്കുന്ന ആരൊക്കെയാണ് എല്ലാവരുടെയും മാനസികാവസ്ഥ, അവരുടെ ഉപാസനയുടെ വിഷയം, അവരുടെ ഗുരു ശിഷ്യ പരമ്പരയുടെ വിഷയം എന്നറിയില്ല. എനിക്ക് എന്റേതായിട്ടുള്ള എന്റെ സങ്കല്പം, എന്റെ ആഗ്രഹമാണല്ലോ. ഞാൻ മാതാ അമൃതാനന്ദമയി ദേവിയിൽ നിന്നാണ് ശ്രീവിദ്യയുടെ പൂർണ്ണ ദീക്ഷ. ഒരു സ്ത്രീയിൽ നിന്നും ശ്രീവിദ്യ കിട്ടിയാൽ പിന്നെ ചിന്തിക്കണ്ട എന്നാണ്. കിട്ടില്ല, അങ്ങനെയാണ്. അങ്ങനെ അമ്മയിൽ നിന്ന് പരിപൂർണമായിട്ടുള്ള ശ്രീവിദ്യാ ദീക്ഷ കിട്ടി എത്രയോ വർഷങ്ങൾ, 10-40 വർഷമായി. അതിനുശേഷമാണ് ഇതൊക്കെ പറയാൻ എനിക്ക് സാധിച്ചത്. അങ്ങനെ അവിടെ താമസിച്ച് 5 വർഷം വള്ളിക്കാവ് ആശ്രമത്തിൽ താമസിച്ച്
അവർക്ക് പഠിപ്പിച്ച് അവിടെ എല്ലാ തരത്തിലുള്ള കർമ്മയോഗം ചെയ്ത് ജീവിച്ചിട്ടാണ് പിന്നെ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് ഞാൻ കയറിയത്. അത് എൻ്റെ ഒരു യോഗം, ഒരു ക്രെഡിറ്റ് ഒന്നുമല്ല. ഞാൻ അന്ന് ആഗ്രഹിച്ച ഒരു ആഗ്രഹത്തിൽ, രണ്ടാഗ്രഹമുണ്ട്, ഒന്നിപ്പോ പറയാൻ സമയമില്ല, അത് എപ്പോഴെങ്കിലും പറയാം. ഒരാഗ്രഹം, നമ്മളൊക്കെ വള്ളിക്കാൽ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വേറെ എവിടെയൊക്കെ ആശ്രമങ്ങളിൽ പോയാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദുബായ് തുടങ്ങിയിട്ടുള്ള നമ്മുടെയൊക്കെ പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദേവനാണ് ഗുരുവായൂരപ്പൻ. ആണല്ലോ. ഗുരുവായൂരപ്പനെ ഇഷ്ടമില്ലാത്തവർ ആരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പുള്ളി എല്ലാവർക്കും ഇഷ്ടമാണ്, കാരണം എല്ലാ കള്ളത്തരങ്ങൾക്കും കൂടുതലും. അപ്പൊ അതുകൊണ്ട് പള്ളിക്കാവിലേക്ക് ചെന്നപ്പോൾ ഞാനിങ്ങനെ, അമ്മ ഇതുവരെ ഗുരുവായൂർ പോയിട്ടില്ലല്ലോ, എത്രയോ സ്ഥലത്ത് അമ്മ പോയിട്ട് പ്രഭാഷണം. ആ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ അമ്മ ചെന്ന് എന്തായിരിക്കും അവസ്ഥ? ചിലങ്ക കെട്ടി ഓടി ഓടി വായോ എന്നൊരു പാട്ട് പാടിയ കണ്ണന്റെ അവസ്ഥ എന്താവും? കാരണം ഗുരുവായൂരപ്പനോടുള്ള അമിതമായിട്ടുള്ള ഇഷ്ടവും ഭക്തിയും. എന്റെ സ്വന്തം ഗുരുനാഥയായ ഏറ്റവും ഭക്തിയിൽ എന്നും ഭജന പാടുന്ന അമ്മ, ഇത് അറിയുന്ന അന്നത്തെ ചിന്താഗതിയുള്ള ഒരു കാലഘട്ടം. ഇന്നാണെങ്കിൽ ചിന്തിക്കില്ല, അമ്മയ്ക്ക് ഇഷ്ടം പൊക്കോട്ടെ എന്ന് വിചാരിക്കും. ഇതൊന്നും എന്റെ മനസ്സിലാണ്. ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ അമ്മ ചെന്ന് നിന്നാൽ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വേണം, എന്നാലും എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഗുരുവായൂരപ്പന്റെ മുമ്പിൽ അമ്മ ചെന്ന് ഇങ്ങനെ തൊഴുന്ന് ഞാൻ കാണാം. അങ്ങനെ സ്വപ്നത്തിൽ കണ്ടാലൊന്നും പറ്റില്ല. ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു പോയി, ഒരിക്കലും അമ്മയൊന്ന് ഗുരുവായൂർ കൊണ്ടുപോയാലോ. ഒട്ടും പറ്റില്ല, കാരണം അമ്മയെ കിട്ടാൻ പാടാണ്, അമ്മ കൊണ്ടു നടക്കാൻ പാടാണ്, അത്രയും പ്രശസ്തിയാണല്ലോ. ഇപ്പത്തെ പോലെ അതിലും വേറൊരു ലെവലായിരുന്നു അന്ന്. ഞാൻ അവിടെ എല്ലാത്തിനും കൈ കടത്തിയിരുന്ന സമയമാണെങ്കിലും പറയാൻ പേടിയാണ്. അപ്പൊ ഞാൻ ആഗ്രഹിച്ചു ഒരു കാമം, എന്റെ വലിയ കാമം എന്ന് വെച്ചാൽ മറ്റാഗ്രഹമല്ല, അവിടെ വേറെ ആഗ്രഹത്തിന് സ്ഥാനമില്ല. അമ്മയെ ഒന്ന് ഗുരുവായൂർ കൊണ്ട് തൊഴിയിക്കണം. അപ്പൊ നിങ്ങൾ ഇപ്പോഴേ തീരുമാനിച്ചിട്ടുണ്ടാവും കാമദായിനിയാണ് അർത്ഥം പറയുന്നതുകൊണ്ട് അത് നടന്നിട്ടുണ്ടാവും എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങൾ പല ഡൽഹിയിലും പൂനെയിലും ഒന്നും വേണ്ട, നോർത്ത് ഇന്ത്യ മുഴുവനും സൗത്ത് ഇന്ത്യ മുഴുവനും അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിലൊക്കെ പോകുമ്പോഴൊക്കെ, ഇന്ത്യയിൽ മൊത്തം പോകുമ്പോഴൊക്കെ ഞാൻ പോവാറുണ്ട്. അമ്മയുടെ കേരളത്തിലുള്ള ബ്രഹ്മസ്ഥാന ക്ഷേത്ര പ്രതിഷ്ഠയുടെ മുഴുവനും തന്ത്ര കാര്യം നിശ്ചയിച്ചതും ചെയ്തതൊക്കെ അമ്മയുടെ കൂടെ നിന്ന് ഞാനാണ്. എല്ലാ സ്ഥലത്തും ഞാൻ ഉണ്ടെങ്കിൽ അമ്മ ചെയ്യുക, എന്ത് ചെയ്യണമെന്ന് എന്നോട് ചോദിച്ചിട്ടേ ചെയ്യുക. ഒരു സാധാരണ അമ്മയെ പോലെ, അത്രയും ഗുരുവായിട്ടല്ല, അടിപിടി കൂടുന്ന ഒരു മകനും അമ്മയാണ് ഞങ്ങൾ. അപ്പൊ എനിക്കിതൊക്കെ ആഗ്രഹിക്കാൻ എന്താ കുഴപ്പം? അങ്ങനെ ഇരിക്കുമ്പോ ഞാനത് മറന്നു. എൻ്റെ ഒരു ആഗ്രഹം വന്നത് ഒരു സെക്കൻഡ്, പക്ഷെ അത് മുഴുവനും സഹസ്രനാമം ജപിക്കുന്ന, ശ്രീവിദ്യയൊക്കെ ജപിക്കുന്ന ആ ഒരു മനസ്സുകൊണ്ട് ഈശ്വര ഗുരുവായൂരപ്പൻ നമുക്ക് ചിന്തിക്കാൻ വയ്യ. അത്രയും അച്ഛനൊക്കെ എന്നും സംക്രമത്തിന് ഒന്നാം തീയതി പോകുന്ന ഗുരുവായൂരപ്പനാണ്. നമ്മൾ കാലടിയിലായതുകൊണ്ട് ഗുരുവായൂരപ്പൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്റെ ഗുരുവായൂരപ്പ. ഇന്നത്തെ തിരക്കൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഇഷ്ടം, അത് പറഞ്ഞിട്ടൊന്നും വള്ളിക്കാവിലെ അമ്മയൊന്നും ആഗ്രഹിക്കാൻ വയ്യ. പക്ഷെ അമ്മ കണ്ണനെ അത്ര ഇഷ്ടമാണ്. അമ്മ കൃഷ്ണ ദർശനം വരെ കൊടുത്തിരുന്ന ഒരാളാണ്. ഒരു ദിവസം ഞാനിതൊക്കെ മറന്നു, ഒരു വർഷം അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോഴാണ് അമ്മയുടെ നോർത്ത് കേരള യാത്ര. ഗുരുവായൂർ അമ്മ പോകും. അവിടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അമ്മയുടെ ഭജന ദർശനം. അപ്പൊ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ഭഗവാൻ നേരെ മുമ്പിലാണ്. അയ്യോ, എനിക്ക് വന്ന സന്തോഷം. ഞാൻ അവസാനം ഇതിന്റെ ആഗ്രഹം സാധിക്കാൻ പോകണം. പക്ഷെ എനിക്കൊരു തിരക്ക, ഒന്നാനും ഗുരുവായൂർ തിരക്ക്. അമ്മയും കൂടെ ചെല്ലുമ്പോ ആ ഭക്തന്മാരുടെ കൂടുമ്പോ എനിക്ക് അമ്മ ഒന്ന് കൃഷ്ണനെ തൊഴണ കാണണം. എന്റെ ആഗ്രഹം അതാ. ചെറിയ ആഗ്രഹമാണോ വലിയ ആഗ്രഹം? അപ്പൊ കുറെ ഫോറിനേഴ്സ് അകത്ത് കയറാൻ വേണ്ടി ഹിന്ദു ധർമ്മം സ്വീകരിച്ചു. അപ്പൊ അവിടെ അമ്മ വരുന്നു എന്ന് പറഞ്ഞപ്പോ ഈ അന്ന് മുഖ്യമന്ത്രിയായ കെ കരുണാകരനൊക്കെ വരുന്ന പോലെ ആർക്കും അകത്ത് പ്രവേശനമില്ല. കാരണം തിരക്ക് കൂടി പ്രശ്നമാവും. അകത്ത് ബോധിക്കന്മാരും തന്ത്രിയും മേശാന്തിയും അമ്മയുടെ കൂടെ മൂത്ത സ്വാമിജിമാര് കുറച്ച് ഫോറിനേഴ്സും, ഇത്ര അകത്ത് കയറാനുള്ളൂ. അപ്പൊ ഞാൻ ഭയങ്കര തിരക്ക്, മേൽപ്പത്തോട് ചിന്തിക്കാൻ തന്നെ വയ്യ. ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. അപ്പൊ അമ്മ അവിടുന്ന് മാധവൻ മോൻ എവിടെ എന്നൊരു ചോദ്യം. ഞാൻ പറഞ്ഞു ഞാനിവിടെ ഉണ്ട്. എനിക്ക് ഗുരുവായൂർ കയറി തൊഴാനും എനിക്കറിയാമോ, ഞാൻ അവിടെ വന്നിട്ട് പോയില്ല. സാധാരണ സ്ത്രീ പറയുന്ന പോലെ പറയുള്ളൂ അമ്മ. മഹാത്മ്യം നമുക്കറിയില്ല. ഞാൻ എന്ത് ചെയ്യണം? നീ എന്റെ കൂടെ വാ. അപ്പൊ ഞാൻ മനസ്സിൽ ലഡ് പൊട്ടി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു അവസ്ഥയായി. എനിക്കൊന്ന് എന്താ എനിക്ക് ക്ഷേത്രത്തിൽ എങ്ങനെ തൊഴണം, ഇവിടെ അകത്ത് എവിടെയൊക്കെ തൊഴേണ്ടത്, ആർക്കൊക്കെ ദക്ഷിണ കൊടുക്കണം, നമ്മൾ ചെല്ലല്ലോ, നമ്മൾ മോശമല്ലേ, നീ വലിയ തന്ത്രിയും വലിയ ഗംഭീര നമ്പൂരിയൊക്കെ, നീ ഇവിടൊക്കെ വന്നിട്ടുള്ളതല്ലേ, എന്റെ കൂടെ വാ, എന്നെ ഇന്ന് രക്ഷിക്ക്. അകത്തൊരു തൊഴാണ്ട് പോകാൻ പറ്റില്ല, എനിക്ക് പോകണം, ഗുരുവായൂരപ്പനെ കാണാനല്ലടാ പോണേ. ആരുമില്ല, ഒരു ഈച്ച പോലും ഇല്ലാത്ത ഗുരുവായൂർ അമ്പലം.
അമ്മ അകത്തേക്ക് കയറുമ്പോ എന്തോ ആദ്യമായിട്ട് കയറിയിട്ട് പേടിക്കുന്ന പോലെ എന്റെ കയ്യെ കയറി പിടിച്ചു, എന്നെ പിടിച്ചോടെ എങ്ങോടെ പോണെന്നറിയില്ല. അത്ര എന്ത് സ്വന്തം ഒരു മുത്തശ്ശി കൂടെ നടക്കുന്ന പോലെ ഇന്ന് അറിയപ്പെടുന്ന പ്രശസ്തയായിട്ടുള്ള ലോക ഗുരുവായിട്ടുള്ള അമ്മ. മൂത്ത സ്വാമിയൊക്കെ ഉണ്ട്. നോക്കിയപ്പോ അവിടെ അന്ന് ആരും ഓർമ്മയൊന്നുമില്ല. നേരെ ഗുരുവായൂരപ്പന്റെ സോപാനത്തിന് മുമ്പിൽ ചെന്ന് നിന്നിട്ട് ഇതാണോ ഗുരുവായൂരപ്പൻ എന്ന് ചോദിച്ചത്. അതെ. അമ്മ അവിടെ തൊഴുതു. അപ്പൊ ഞാൻ കണ്ടു ഗുരുവായൂരപ്പൻ ഇങ്ങോട്ട് നോക്കുന്നു, അമ്മ അങ്ങോട്ട് നോക്കുന്നു. മോൻ ദക്ഷിണ കൊടുത്താൽ മതി, അമ്മയൊന്നും കൊടുക്കണം ശരിയല്ല. പ്രസാദം അമ്മ മേടിച്ചു, ദക്ഷിണ ഞാൻ കൊടുത്തു. ഇനി എവിടെയാണ്? ഞാൻ ഗണപതിയുടെ അടുത്ത്, ഇതാണ് ഗണപതി എന്ന് പറഞ്ഞ് ഇന്നും ലോകം മുഴുവൻ വിശ്വഗുരുവായിട്ടുള്ള മാതാ അമൃതാനന്ദ ദേവിക്ക് കൃഷ്ണനെ കാണിച്ചു, ഗുരുവായൂരപ്പനെ കാണിച്ചു കൊടുത്ത ആളാണ് ഞാൻ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിന്റെ ക്രെഡിറ്റ് അല്ല, ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു എന്റെ അമ്മയെ ഈ കൃഷ്ണൻ, ലോകം മുഴുവൻ അറിയുന്ന കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, അല്ലെ? കൃഷ്ണനാകട്ടെ സ്വയം ഭഗവാനാണ്, ആരുടെയും താഴെ പോണ ആളല്ല, ആരും സൃഷ്ടിച്ചതൊന്നുമല്ല. അഹമേവാസമേവാഗ്രേ നാന്യത്തത് പരസ്, അല്ലെ? ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്നിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത് എന്ന് പറയുന്ന ഭാഗവതം കേട്ടും ആ ഗുരുവായൂരപ്പിനെ അത്ര ഇഷ്ടത്തോടെ ഊഹിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്റെ ഗുരുനാഥനെ, ആ ഗുരുവായൂരപ്പനെ കാണിച്ചു കൊടുത്ത ക്രെഡിറ്റ് എന്റെ പുണ്യം എപ്പോഴെങ്കിലും കിട്ടുമായിരിക്കും. അമ്മ നിന്റെ ഒരു പൂതി എന്ന് എന്നോട് പറയുകയും ചെയ്തു. അതാണ് രസം. എല്ലാം കൊണ്ട് കാണിച്ച് തിരിച്ചെത്തിയപ്പോടെ ജനപ്രളയം എങ്ങനെയാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചതെന്ന് പോലും എനിക്കറിയില്ല. അവിടെ നിന്നിട്ട് ചിലങ്ക കെട്ടി ഓടി ഓടി വായോ എന്നുള്ള പാട്ട് തന്നെയായിരുന്നു അത്. ഞാൻ പറഞ്ഞു ഭഗവാനോട് പോന്നിട്ടുണ്ടാവും ഭാഗത്തുനിന്ന്. അവിടെ വൈഷ്ണവത്ത് ഉദ്ദേശിക്കുന്നുണ്ടല്ലോ, അദ്ദേഹം ഉണ്ടായിരുന്നു. അതൊരു രസകരമായ കാര്യം ഉണ്ടായി. എല്ലാവരും അമ്മയെ സ്വീകരിക്കുകയാണ്. വളരെ നിഷ്കളങ്കരും, അതൊക്കെ നമ്പൂരിമാരല്ലേ, ഇത് അമ്മ ഒരു ധീവര സമുദായമാണ്. അപ്പൊ പറഞ്ഞു ഇന്ന ക്ഷേത്ര സംരക്ഷണപതി അമ്മയെ മാലയിട്ട് സ്വീകരിക്കുന്നതാണ്. അപ്പോഴാണ് ഭാഗവത ഹംസം വൈഷ്ണവത്ത് രാമൻ പൂതിരിപ്പാട് മാലയിട്ട് അപ്പൊ തുളസിമാല കൊടുത്തിട്ടുണ്ട്. ഇടാൻ പേടി, സ്ത്രീയല്ലേ, തുളസി ഇട്ട വേളിയായി പോവും, ഇടാനും വയ്യ, മാലയിട്ട് സ്വീകരിക്കാൻ വേണം. അമ്മയാണ് ഇങ്ങനെ ഇരിക്കുക, അമ്മ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ കയ്യിൽ മാലയുണ്ട്, ഇതെങ്ങനെ ഇടും? മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെ കൃഷ്ണന്റെ മുമ്പിൽ മാതാ അമൃതാനന്ദ ദേവിക്ക് വൈഷ്ണവത്ത് മാല ഇട്ടാൽ തീർന്നു. ഇത് അദ്ദേഹത്തിന് വല്ലാത്ത പക്ഷെ ഓട്ടൂരൊക്കെ അവിടെ അമ്മയുടെ മടിയിൽ കിടന്നിട്ടാണ് ഓട്ടൂർ പുണ്യനമ്പൂരിപ്പാട് മരിച്ചത് തന്നെ, പള്ളിക്കാവിൽ തന്നെ മരിച്ചത്. ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക, വൈഷ്ണവത്ത് നമുക്ക് ഭയങ്കര ഇതല്ലേ. ഓ അദ്ദേഹം അതൊക്കെ എഴുന്നേറ്റു. അപ്പം അമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട്, അമ്മ തല ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. മാലയിട്ട് സ്വീകരിക്കണം, അതാണല്ലോ. എല്ലാവരും ചിരിച്ച് മണ്ണ് തപ്പിയ ഒരു സന്ദർഭമായിരുന്നു. അദ്ദേഹം സ്വന്തം മാലകൾ ഇട്ടു, മാലയിട്ടല്ലോ, എന്നിട്ട് സ്വീകരിച്ചു. സ്വയമായിട്ട് ശിരസിലേക്ക് മാലയിട്ട് സ്വീകരിക്കുന്നല്ലേ പറഞ്ഞുള്ളൂ. അങ്ങനെ ഒരുപാട് സന്ദർഭം. ആ ഗുരുവായൂരപ്പൻ നിറഞ്ഞാടിയ അവിടെ അമ്മയെ കൊണ്ടുപോയി തൊഴിച്ച് സ്റ്റേജിലെത്തി ഇതുപോലൊക്കെ ചെയ്യിക്കാനുള്ള ഒരു ഭാഗ്യം തന്നത് ഏതോ ഒരു വർഷം മുമ്പ് ഒരു നിമിഷത്തിൽ എനിക്ക് അമ്മയൊന്ന് ഗുരുവായൂരപ്പനെ കാണിച്ചു കൊടുത്താൽ മതി, ആ ആഗ്രഹം അമ്മ സാധിച്ചത്. കാമദായിനി. ഇതുപോലെ നൂറുകണക്കിന് അനുഭവങ്ങളാണ്. അതുകൊണ്ടാണ് ഇതിൽ പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ എന്താ വേണ്ട? അനുഭവം വേണം. അനുഭവം വരണമെങ്കിൽ ഇങ്ങനെ നട്ടലൊക്കെ നിവർത്തിയെടുത്ത് ഇങ്ങനെ ഗംഭീരമായിട്ട് അതൊന്നും കൊണ്ട് പ്രയോജനമില്ല. ഭജഗോവിന്ദം ഭജഗോവിന്ദം എന്ന് തന്നെ ശങ്കരാചാര്യ പറഞ്ഞത്. നഹി നഹി രക്ഷതി ഡുഗ്രിൻ കരണേ, ഡുഗ്രിൻ കരണേ, ഡുഗ്രിൻ ഇങ്ങനെ ശാസ്ത്രം പഠിച്ചോളൂ. അതുകൊണ്ടൊന്നും അതിന്റെ ഉള്ളിലുള്ള ധ്വനി, അതിന്റെ ഗുണമുണ്ട്. അതിന്റെ ഉള്ളിലൊരു സാധനമുണ്ട്, ഭക്തി. അതാണ് ഭക്തി ദേവഗതീയസി എന്ന് ശങ്കരാചാര്യ പറഞ്ഞത്. ഇവിടെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ പല പല ആഗ്രഹങ്ങളുള്ളവർ അത് കേൾക്കുന്നത്. മറ്റൊന്നും വിചാരിക്കണ്ട, എല്ലാം തരാൻ, ഈ കോടാനുകൂടി ബ്രഹ്മാണ്ടങ്ങളെ തന്നെ എടുത്തു തരാൻ, അല്ലെ? ദേവി മഹാത്മ്യം അങ്ങനെയല്ലേ? ഒരാൾക്ക് പരിപൂർണമായിട്ടുള്ള മനുവായി സാവർണ്യ മനുവായിട്ട് തീർന്ന ഒരാള്, അല്ലേ? അങ്ങനെ ആ വൈശ്യനും ഈ ക്ഷത്രിയനും ആ തലത്തിലേക്ക് എത്തിച്ചേരാൻ അമ്മയുടെ കൃപ കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ലളിതാസഹസ്രനാമം പഠിക്കുന്നത് നല്ലതാണ്, അർത്ഥം പഠിക്കുന്നത് നല്ലതാണ്, പക്ഷെ ഭക്തി പോകുന്നത്. അങ്ങനെ പോകുമ്പോഴാണ് എല്ലാം പോകുന്നത്. അപ്പൊ അമ്മ അവിടെ മറ്റൊരർത്ഥവും കൂടെ പറയുന്നു. കാമദായിനി എന്ന് പറയുമ്പോ ദ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാനം, നമുക്ക് എല്ലാവർക്കും അറിയാം. രക്ഷ, നമ്മുടെ ഉള്ളിലെ കാമത്തെ രക്ഷിക്കുക, അതായത് പ്രപഞ്ച കാമത്തെ രക്ഷിക്കുക, അങ്ങനെ അർത്ഥമുണ്ട്. പിന്നീട് അർത്ഥം ഉപതാപം എന്നൊരർത്ഥമുണ്ട്. ആ കാമത്തിലൂടെ നമ്മളെ അനവധി താപങ്ങള്, ഉപതാപങ്ങൾ, ചെറുതും വലുതുമായ ദുഃഖങ്ങൾ തന്ന് 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 തന്ന്
നമ്മൾക്ക് അനുഭവം ഉണ്ടായി, നമ്മളിൽ നിന്നും മാമ്പഴം ഞെട്ടറ്റ് വീഴുന്ന പോലെ കാമം ഉണ്ടെങ്കിലും ഒരു ചെറിയ അനുഭവം പറയാം. അനുഭവമല്ല, ഒരു കഥ. ദേവേന്ദ്രൻ ഒരിക്കല് ഉർവശിയാണോ മേനകയാണോ രംഭയാണോ തിലോത്തമയാണെന്നറിയില്ല, അവരൊരു നൃത്തം വെച്ചു. ഒരു അപ്സര സ്ത്രീയുടെ നൃത്തം കാണാൻ വിളിച്ചത് വിശ്വാമിത്രാദികൾ വസിഷ്ഠാദികൾ തുടങ്ങിയിട്ടുള്ള അതീവ ഉപാസകരായിട്ടുള്ള എല്ലാ കാമങ്ങളും മാറി വൈരാഗ്യവാന്മാരായിട്ട് സന്യാസിമാർക്കാണ് അവിടെ ടോക്കൺ ഉണ്ടായത്. ഇവർക്ക് എത്ര ശക്തി ഉണ്ട് എന്നറിയാൻ. വിശ്വാമിത്രന്റെ ഫ്രണ്ടിൽ സീറ്റ് പിടിച്ചു എന്നാണ്. അങ്ങനെ ഡാൻസ് തുടങ്ങിയ പാട്ടിൽ ലയിച്ച് എല്ലാവരും ഇരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോ ഈ നൃത്തം ചെയ്തിരുന്ന അപ്സര സ്ത്രീ തന്റെ ഏറ്റവും പുറത്തുണ്ടായിരുന്ന മേൽമുണ്ട് വാരി കളഞ്ഞു. ഇന്നൊക്കെയാണ് ഇന്ന് തുടങ്ങിയത്, അങ്ങനെയൊന്നുമല്ല, പണ്ടേ തുടങ്ങിയതാണ് ഈ കാവറയൊക്കെ. ഓരോന്നും അഴിച്ചു മാറ്റും തോറും ഓരോ സന്യാസിമാരും ഋഷിമാരും എഴുന്നേറ്റ് പോയി തുടങ്ങി. കാരണം അവർക്ക് പറ്റില്ല, ശരിയാവില്ല, ഇവിടെ ഇരുന്ന ശരിയാവില്ല, നമുക്കൊന്നും പറ്റിയ പരിപാടിയല്ല. കാരണം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലേ? അത്രയും ശക്താണ്. ബലവാൻ ഇന്ദ്രിയഗ്രാമോ വിദ്വാം സമപി കർഷതി. ബലവത്തായിട്ടുള്ള ഇന്ദ്രിയ സമൂഹങ്ങൾ എത്ര വിദ്വാനെയും ആകർഷിച്ച് പെടുത്തും എന്ന് വ്യാസമുനി തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സമ്പൂർണ്ണ വിവസ്ത്രയായി എല്ലാരും പോയി, ഒരാള് മാത്രം പോയില്ല. ദേവേന്ദ്രൻ ഇപ്പൊ എല്ലാവരും പോയാ, പരീക്ഷയിലെല്ലാം തോറ്റോ? മുമ്പിൽ ഒരാളെ സുന്ദരമായിട്ട് കണ്ടോണ്ടിരിക്കുക, ആസ്വദിച്ച്, വിശ്വാമിത്ര മഹർഷി. എത്രയായിട്ട് പുള്ളി ഇങ്ങനെ കണ്ടുകൊണ്ടേ നിർത്താൻ അയാൾ കൂടെ പോയാലേ നിർത്താൻ പറ്റും. കുറെ കഴിഞ്ഞിട്ട് ഒരു മാറ്റമില്ല, പിന്നെന്ത് കളയാനാണ്, പരിപൂർണ്ണ നഗ്നയാണ്. അപ്പൊ വിശ്വാമിത്രൻ അവിടുന്ന് പറഞ്ഞു, അടുത്ത വസ്ത്രവും കൂടെ പോട്ടെ എന്ന് പറഞ്ഞു. അടുത്ത വസ്ത്രം ഏതാണ്? ഈ ജീവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം, ഈ ശരീരം. ഞാൻ അതിൻ്റെ ഉള്ളിലെ സൗന്ദര്യമാണ് കാണുന്നത്. നിനക്ക് ഈ വസ്ത്രം കളയാൻ പറ്റുമോ? എന്നാൽ ഞാൻ നിർത്താം. അവിടെയാണ് ഞാൻ സൗന്ദര്യം കാണുന്നത്. മറ്റതൊക്കെ വെറും പുറത്ത് തേച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. അതാണ് ശരിയായ കാമം. അതിനുവേണ്ടി പലതരത്തിലുള്ള ഉപതാപങ്ങൾ തന്ന്, ശരീരമല്ല സത്യം, ഈ ശരീരത്തെ നയിക്കുന്ന ശക്തിയാണ്. അത് ഏത് ശക്തിയാണ്? അപ്പോഴാണ് ശിവശക്തിയുക്തോ എന്നുള്ള ശങ്കരാചാര്യ പറഞ്ഞതിൻ്റെയൊക്കെ പ്രമാണം ഉണ്ടാവുക. അപ്പൊ ആ ഒരു കാമത്തെ തരുവാൻ വേണ്ടി, ദാനം ചെയ്യാൻ വേണ്ടി നമ്മളെ രക്ഷിക്കുകയും ഉപതാപം തന്ന്, ദാന്ന് വെച്ചാൽ ദാക്ക് വേറൊരർത്ഥമുണ്ട്, ശോധനം. നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളെ പരിശോധിക്കും. അതാണ് പരീക്ഷണമായിട്ട് വരിക. പൂന്താനത്തിനും അത് കുചേലനും ഒക്കെ കിട്ടിയതാണ്, ധ്രുവനും ഒക്കെ ഒരുപാട് കഥകളിൽ ഈ ശോധന ഉണ്ടാവും. കാമത്തെ ശോധന ചെയ്ത് തരുന്നാൽ ശോധന ചെയ്യുന്നവളായിട്ട് അതിന്റെ മാർഗമായിട്ട് മാറുമെന്ന. അതിൽ ഏറ്റവും കൂടുതൽ പറയാം ശുചീകരണം എന്നൊരർത്ഥമുണ്ട്. അതായത് കാമത്തെ ശുദ്ധീകരിക്കാം. കാമത്തെ ശുദ്ധീകരിച്ചില്ലെങ്കിൽ ഭണ്ഡാസുരനായി തീരും, അല്ലെ? ആ കാമദേവൻ ശിവന്റെ നേത്രത്തിൽ നിന്നുള്ള ശക്തി കൊണ്ട്, അഗ്നി കൊണ്ട് മുഴുവനും ഭസ്മമായി തീർന്നപ്പോ ഒരു ഗണനാഥനായിട്ടുള്ള ചിത്രസേനൻ എന്നാ തോന്നുന്നു, അദ്ദേഹം ആ ഭസ്മം എടുത്ത് പ്രത്യേക രൂപമുണ്ടാക്കിയപ്പോ മഹാദേവന്റെയും മഹാദേവിയുടെയും രണ്ടുപേരുടെയും കണ്ണുകൾ കൂട്ടിമുട്ടി അതിൽ നിന്നുള്ള ആ ഒരു ചൈതന്യം ആ ഒരു ഭസ്മത്തിലേക്ക് പതിച്ചപ്പോൾ വീണ്ടും പുതിയൊരു ശരീരത്തോടെ കാമദേവൻ പുനർജീവിച്ചു. അപ്പൊ ബ്രഹ്മാവ് തന്റെ മകനല്ലേ കാമദേവൻ, മാനസപുത്രനാണ്, വീണ്ടും ജനിച്ചല്ലോ എന്ന് ഓർത്തിട്ട് ഭണ്ഡ 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 ഭാഗ്യം 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 എന്നൊരു അച്ഛൻ പറഞ്ഞപ്പോഴാണ് ഭണ്ഡനായി തീർന്നു. പിന്നെ ശതരുദ്രിയം കൊണ്ട് സ്തുതിച്ച് 60,000 വർഷം രാജ്യം ഭരിക്കാനും ജീവിച്ചിരിക്കാനും എന്തെല്ലാം ആയുധങ്ങൾ ഉണ്ടെങ്കിലും ഒരു കൊട പിടിച്ചാൽ ഒരു ആയുധം ഏൽക്കില്ലാത്ത കൊടകളും അങ്ങനെ അനവധി അനുഗ്രഹങ്ങളും വാങ്ങി 60,000 വർഷം ആയുസ് കിട്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരാളെ ആസുരിക ലോകം മുഴുവനും പ്രലോഭിപ്പിച്ച അവരുടെ രാജാവാക്കി, അസുരനാക്കി, ഭണ്ഡാസുരനായി തീർന്നതിന്റെ പേരിലാണ് ഇന്നിപ്പോ ചിദഗ്നികുണ്ഡ സംഭൂതിയായിട്ട് അമ്മ വന്നിട്ടുള്ളത്. അപ്പൊ കാമം നന്നായില്ലെങ്കിൽ അവിടെയാണ് കാമത്തെ എങ്ങനെ നന്നാക്കും. സത്സംഗത്വേ നിസ്സംഗത്വം. ഇങ്ങനെയുള്ള സത്സംഗം കേൾക്കുമ്പോൾ നിസ്സംഗത വരും. നിസ്സംഗത്തെ നിർമോഹത്വം, മോഹമില്ലാതെയാവും. നിർമോഹത്തെ നിശ്ചലതത്വം. അപ്പോഴാണ് ഒന്നും ചെയ്യാനില്ല, കർമ്മം തീർന്നു പോകും. നിശ്ചലതത്വേ ജീവൻ മുക്തി.
പക്ഷെ ജീവൻ മുക്തി വേണമെന്നും അതാണ് ഏറ്റവും വലിയ കാമം. അതിലേക്ക് എത്തിക്കുക. ഇതൊന്നും അല്ല സത്യം, ഞാൻ പോലും സത്യമല്ല, ഇത് എവിടെയോ ഒരു പരമസത്യമുണ്ട്, അത് കണ്ടുപിടിക്കണം എന്നുള്ള ആഗ്രഹത്തിലേക്ക് എത്തിക്കുവാനുള്ള ശുചീകരണം, അതിനുള്ള പരിശോധനം, അതിനുള്ള ഉപതാപങ്ങള്, അത് മുന്നോട്ട് പോകുമ്പോൾ ആ കാമത്തെ ഇങ്ങോട്ട് തന്നിട്ട് അതിനെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഒക്കെ കാമതായിരിക്കുന്നു. എന്നിട്ട് ഛേദം എന്നൊരു അർത്ഥമുണ്ട് ദാ എന്നുള്ളത്. കാമത്തെ അങ്ങ് അറുത്ത് മുറിച്ചു കളയും. അപ്പോഴാണ് കാമേശ്വരിയായിട്ട് അല്ലെങ്കിൽ കാമേശ്വരനായിട്ട് തീരുക. ആ കാമേശ്വരന്റെ മടിത്തട്ടിലേക്ക് കാമേശ്വരി ഇരിക്കും. അപ്പൊ ഈ കാമദായനിക്ക് അത്രമാത്രം അർത്ഥമുണ്ട്. അപ്പൊ നമ്മൾ ആഗ്രഹമൊന്നും വേണ്ടാന്ന് വെക്കണ്ട. അതിലെ ശങ്കരാചാര്യ സൗന്ദര്യത്തിൽ അപ്പോഴും പറഞ്ഞില്ലേ, ജപോജൽപശില്പം സകലമഭിമുദ്ര ഒക്കെ പറഞ്ഞില്ലേ. ഞാൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് കിടക്കാണ്, അതൊക്കെ അമ്മ അവിടുത്തെ ജപമാക്കി ഒന്ന് തീർക്കണേ. ഞാൻ ആഹാരം കഴിക്കുമ്പോ വെള്ളം കുടിക്കും, ഇതൊക്കെ അവിടത്തേക്ക് നിവേദ്യമാക്കണേ. അതുപോലെ ഞാൻ എന്തൊക്കെയോ കയ്യും കാലും ഇട്ട് ഗോഷ്ഠി കാണിക്കുന്നുണ്ട്, അതെല്ലാം അവിടത്തേക്കുള്ള മുദ്രയാക്കണേ. ഞാൻ നടക്കുന്നത് അവിടത്തേക്കുള്ള പ്രദക്ഷിണമാക്കണേ. ഞാൻ കിടക്കുന്നത് അവിടത്തേക്കുള്ള നമസ്കാരം. ഇങ്ങനെ ഞാൻ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന എല്ലാം അവിടത്തേക്കുള്ള പൂജയായി ഭവിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റാൽ ഉറങ്ങുന്നത് വരെ എല്ലാം പൂജയാക്കിയിട്ട്, അതാണ് ശരിയായ കർമ്മയോഗം. കർമ്മയോഗം ചെയ്ത് ആ കർമ്മത്തെ സന്യസിക്കണം. അപ്പോഴാണ് കർമ്മ സന്യാസം വരും. അപ്പൊ അതൊക്കെ തരേണ്ട ഒരു മന്ത്രമാണ്. ഇതെല്ലാം ഞാൻ തരും. ബ്രഹ്മാവിന് പോലും മുക്തി കിട്ടണമെങ്കിൽ അമ്മ പറഞ്ഞ സൃഷ്ടികർമ്മം ചെയ്ത് ഇനി സൃഷ്ടിക്കാനേ വയ്യാൻ തോന്നി പൂർണ്ണ വിരക്തി വരുമ്പോ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച് ഉപാസിച്ച് വേണം ചിന്താമണി ഗ്രഹത്തിലെത്താൻ എന്ന് പ്രമാണം. ബ്രഹ്മാവിനും വിഷ്ണുവിനും ശിവനും ഒക്കെ ആയുസുണ്ടെന്നാണ്. അവരെ പോലും അതിക്രമിച്ച് എത്താൻ സാധിച്ചു ധ്രുവന്, അല്ലെ? ഈ കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങളെ അമ്മയുടെ പാദത്തിൽ നിന്നുള്ള ധൂളി കൊണ്ട് ബ്രഹ്മാവ് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത് എവിടെയാ സൃഷ്ടിച്ചു? ഈ അണ്ടകടാഹം എന്നല്ലേ പറയാൻ പറ്റൂ. അതിനെ 1000 തല കൊണ്ട് ചുമക്കുന്നതിനെ ഭാഗവതത്തിലെ ശിംശുമാര ചരിതം എന്ന് പറഞ്ഞ 5-ാമത്തെ സ്കന്ധത്തിൽ 23-ാമത്തെ ശ്ലോകം തൊട്ട് പറയുന്നുണ്ട്. മുതലയുടെ ആകൃതിയിലുള്ള നക്ഷത്ര സമൂഹമാണ് കോടാനുകോടി ബ്രഹ്മ. അതിന്റെ അറ്റത്താണ് ധ്രുവ നക്ഷത്രം. എന്താ? ഉപാസിച്ചു എന്നല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല. ഏറ്റവും അതിനെ പോലും ചുവന്നുകൊണ്ട് നടക്കേണ്ട ഉത്തരവാദിത്തമായി വിഷ്ണുവിന്. അതുകൊണ്ടാണ് നമ്മുടെ ക്ഷേത്രത്തിലൊക്കെ ഉത്സവിക്കുന്ന അക്രാഗതി പെരുമാറ് വടക്കു തൂവു എന്നൊക്കെ പറയാറുണ്ട്. അതെന്താണെന്നൊക്കെ ആലോചിച്ച് പോയാൽ മനസ്സിലായി. ഈ ശിംശുമാരൻ കോടാനുകോടി നക്ഷത്ര സമൂഹങ്ങൾ ഒരുമിച്ച് ഒരു മുതലയുടെ ആകൃതിയിലാണ് എന്ന് പറഞ്ഞു വെച്ചതാണ് ശിംശുമാര ചരിതം. ഞാൻ പറയുന്നത് അവിടെ ഒരു ധ്രുവൻ, ആ ഒരു തലത്തില് ധ്രുവൻ, അതാണ് നമ്മളൊക്കെ ധ്രുവാസി എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ നിൽക്കുന്നൊക്കെയാണ്, പക്ഷെ അർത്ഥമൊക്കെ വലിയ വലുതാണ്. ഇവിടുത്തെ കാമം അമ്മ ഓരോന്ന് ആഗ്രഹിച്ചാൽ സഹസ്രനാമം ജപിക്കുന്നവര് വെറുതെ ഒന്നും പറഞ്ഞുകൂടാ. അമ്മയെ എനിക്ക് തരാൻ പറഞ്ഞാൽ തന്നിരിക്കും. നല്ല ഉപാസകനാണെങ്കിൽ തന്നിട്ട് അവൾ എങ്ങനെ അത് കൊണ്ട് നടക്കും എന്ന് പരിശോധിക്കും. കൂടുതൽ ആസക്തി വന്നാൽ നല്ല അടി തരും. അങ്ങനെ അമ്മയെ അറിയാൻ ആഗ്രഹിക്കുന്നവർ അമ്മയുടെ വാത്സല്യവും ശിക്ഷണത്തിലൂടെ അമ്മയുടെ മടിയിലേക്ക് ചേർത്ത് തന്നെ വച്ച് അമ്മയുടെ മാറിലെ മുലപ്പാല് തന്ന് അങ്ങനെ ഇരിക്കാനാണ് അമ്മയ്ക്ക് ആഗ്രഹം. ആ കാമത്തെ ആണ് അമ്മ തന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന, പ്രപഞ്ചം മുഴുവൻ എടുത്ത് കയ്യിൽ തരാൻ സാധിക്കുന്ന ആ കാമത്തെ തരാൻ സാധിക്കുന്നവളാണ് അസ്മാൽ പരതരം നാസ്തി എന്ന് പറയുന്നവളാണ് ലളിതാ പരമേശ്വരി എന്നും കൂടെ മനസ്സിലാക്കണം. വെറുതെ കാമദായിനി. നമ്മുടെ ആഗ്രഹമൊക്കെ സാധിച്ചു. ഒരാഗ്രഹവും സാധിക്കാറില്ല. കൊടുങ്ങല്ലൂർ പോയിട്ട് ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ നമ്മൾ ചോറ്റാനിക്കര പോകും. ഇവരെ കൊണ്ടൊന്നും നമുക്ക് ഗുരുവായൂർ പോയിട്ട് ഒരു ശയന പ്രശ്നം ചെയ്താലോ? ഗുരുവായൂർ ശയന പ്രശ്നം ചെയ്ത് ശരീരമൊക്കെ പൊട്ടി ഗുരുവായൂരപ്പാ നീയും വിട്ടൂലേ, ഞാൻ ഈ വക്കത്ത് പോയിട്ട് എന്തെങ്കിലും ചെയ്യാം. നമുക്ക് നടക്കണമൊന്നുമില്ല, പക്ഷെ പേടിയാണ്. നടന്നില്ല ചോറ്റാനിക്കരമേ, എന്നാലും എനിക്ക് വിശ്വാസം കേട്ടോ. പേടിയാണ്, പേടി, ഒരു സംശയം വേണ്ട, ഭയം. ചോറ്റാനിക്കരമ്മ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാകുമോ എന്നൊക്കെ നമുക്ക് സംശയം. പക്ഷേ ചോറ്റാനിക്കരമ്മയെ കുറിച്ച് ഒരു മോശമായിട്ട് പറയാൻ നമ്മൾ ശ്രമിച്ചു നോക്കി. അമ്മ കേൾക്കും, പൂർണ്ണ ഉറപ്പാണ്. അമ്മയെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ അമ്മ കേൾക്കും, അടി കിട്ടുന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. പക്ഷെ ഇഷ്ടത്തോടെ പ്രാർത്ഥിക്കുന്ന അമ്മയൊന്നും കേൾക്കുന്നില്ല. അത് രണ്ടും നമ്മളാ ചിന്തിക്കുക. ഇതിനൊക്കെ കാരണം നമ്മുടെ ചിന്തയാണ്. ചിന്ത നമ്മുടെ ജീവിതം നശിപ്പിക്കും. ചിത അല്ലെ ചിന്നുള്ളതിന്റെ നടുക്കുള്ള എന്നുള്ളത് അങ്ങോട്ട് എടുക്കുക. ഇപ്പൊ ചിത എന്നാവും. ചിത ഈ ശരീരത്തെ നശിപ്പിക്കും. ചിന്ത ജീവനത്തെ നശിപ്പിക്കുന്നതാണ്. അവിടെ ചിന്തകളെ നമ്മൾ ഒരുപാട് വിടാതെ മുഴുവൻ അമ്മയിലേക്ക് കൊടുക്കുക.
എല്ലാ ചിന്തകളും ഞാൻ എന്റെ ഓരോ ചിന്തയിലും, എന്റെ ഓരോ വാക്കിലും, എന്റെ ഓരോ പ്രവൃത്തിയിലും അമ്മയെ അവിടുന്ന് നിറഞ്ഞു നിന്ന് അവിടുന്ന് ചിന്തിക്കണേ, അവിടുന്ന് സംസാരിക്കണേ, അവിടുന്ന് പ്രവർത്തിക്കണേ, അവിടുത്തെ കയ്യിൽ ഒരു ഉപകരണമാക്കി തീർക്കണേ എന്ന് പറഞ്ഞിട്ട് ജാമ്യം എടുത്തിട്ട് ചെയ്തോളൂ. പിന്നെ അമ്മ കൂടെ ഉണ്ടാവും. ആ ഒരു ഭാവത്തിലേക്ക് വരണം. അമ്മ എല്ലാം തരുന്നവളാണ് എന്ന് വെച്ചാൽ ദുഃഖവും തരുന്നവളാണ്, അല്ലേ? എല്ലാം തരും അമ്മ. കാരണം മക്കളെ ശിക്ഷിക്കേണ്ടത് അമ്മയുടെ കടമയാണ്. തെറ്റ് ചെയ്താൽ ഒരടിയൊക്കെ കൊടുത്താലേ മക്കൾ നേരെയാവുള്ളൂ. അത് അമ്മ അല്ലാഞ്ഞിട്ടല്ല. അപ്പൊ ആ അമ്മയുടെ ഏറ്റവും വലിയ അമ്മയ്ക്ക് ആ സ്വഭാവം ഉണ്ടാവും. അത് നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങള് ശുദ്ധമായിട്ടുള്ള, ആർക്കും ദ്രോഹം വരാത്ത, അസ്വസ്ഥത വരാത്ത എത്ര വലിയ ആഗ്രഹവും നമുക്ക് ചോദിക്കാം അമ്മയോട്. ഞാൻ ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യം ഞാൻ പറഞ്ഞു തരാം. എനിക്ക് അമ്മയെ തരണം എന്ന് പറയാം, വേറെ ആരും വേണ്ട. രാമകൃഷ്ണ പരമേശ്വരൻ പറഞ്ഞ പോലെ എനിക്ക് അമ്മ മതി, ഈ വേറെ ഒക്കെ അമ്മ തന്നോളൂല്ലോ. അത് ആ ഒരു ഭാവം, അമ്മയെ കാണണം, അമ്മയെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് എനിക്കിങ്ങനെ കാണണം, അങ്ങനെ പിടിവാശി പിടിക്കുന്ന മക്കളായി തീരട്ടെ. അങ്ങനെ അമ്മ നമ്മുടെ അങ്ങനെ പറയുമ്പോ ഇവളെ കൊണ്ട് തോറ്റു, ഇവനെ കൊണ്ട് തോറ്റു, കാണിച്ചു കൊടുത്തേക്കാം എന്നങ്ങോട്ട് വിചാരിച്ച് രക്ഷപ്പെട്ടില്ലേ, പിന്നെ സഹസ്രനാമം ഒന്നും വേണ്ട, ഒന്നും കഴിക്കാൻ തോന്നില്ല, ഒക്കെ എല്ലാത്തിന്റെ രുചി പോവും, എല്ലാത്തിന്റെ സൗന്ദര്യം പോവും, നമ്മൾ വാ പൊളിച്ചിങ്ങനെ ഇരിക്കത്തേള്ളൂ. രാമകൃഷ്ണ അങ്ങനെയല്ലായിരുന്നു. എന്തായിരുന്നു അവസ്ഥ? സൂർദാസ് എങ്ങനെയായിരുന്നു? ചൈതന്യ മഹാപ്രഭു എങ്ങനെയായിരുന്നു? രമണ മഹർഷി എങ്ങനെയായിരുന്നു? അവരൊക്കെ ഈ സൗന്ദര്യം ശരിക്കും നഗ്നനേത്രങ്ങളെ കൊണ്ട് കണ്ടവരാ. അപ്പൊ അങ്ങനെ കാണാനൊന്നും പറ്റില്ല. അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ചന്ദനം ചാർത്തി ദശാവതാര ചാർത്ത ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല. ഒന്നും നമുക്ക് അതിനുള്ള ഭാഗ്യമൊന്നുമില്ല. നമ്മൾ അതിനെ ഈ മുന്തിരിങ്ങ പുളിക്കും എന്ന് പറഞ്ഞ പോലെ അങ്ങനെയല്ല. മനുഷ്യനായി ജനിച്ചവർക്കൊക്കെ ഉള്ള ഒരേ ഒരു അധികാരം, ഒരേപോലുള്ള അധികാരം, ഈശ്വര ദർശനം സാധ്യമാകും. ദൃഢമായിട്ട് വിശ്വസിച്ചിട്ട് ഇന്ന് രാത്രി തന്നെ കണ്ടുവരും. ആ ദൃഢത വേണം. ഈ ഭദ്രകാളി ഇവിടെ വന്നപ്പോഴാണ് ഒന്ന് രണ്ടും മാറിപ്പോയി. ഞാൻ നിങ്ങളുടെ ഉറങ്ങിക്കോട്ടെന്ന് ചോദിച്ചാൽ നാരായണപുരാന്ത് ജനിച്ച ഭാരതമാണ്, കേരളമാണിത്. ഭദ്രകാളി പോലും മാറ്റിവിട്ടിട്ടുണ്ട്. അപ്പോ ഈശ്വരന്റെ മുകളിലാണ് മനുഷ്യന്റെ അവസ്ഥ. ആ മനുഷ്യൻ ആഗ്രഹിക്കേണ്ടത് മോക്ഷമാണെങ്കിൽ നമുക്ക് പറ്റില്ല. അതിലേക്ക് എത്തുന്ന വഴിയിലൂടെ പോകാൻ പാടുള്ളൂ. അതിന് നമ്മുടെ ശരീരം, ആ ശരീരത്തിൽ സൂക്ഷിക്കേണ്ട വീട്, വസ്ത്രം, ആഹാരം, ഇതൊക്കെ മനുഷ്യന് ആവശ്യം. അത് അമ്മ തന്നേ പറ്റൂ. അമ്മയുടെ ഡ്യൂട്ടിയാണ്, അല്ലാതെ വേദാന്തം പറഞ്ഞാലും പറ്റില്ല. അതുകൊണ്ട് അമ്മയെ മറക്കാതെയുള്ള, അമ്മയോടുള്ള ശ്രദ്ധയും ആ നിഷ്കളങ്കമായ ഭക്തിയിൽ പോവാതെയുള്ള ജീവിതം, സന്തോഷം, സൗകര്യങ്ങളൊക്കെ തരണേന്ന് തന്നെ പ്രാർത്ഥിക്കണം. അല്ലാതെ ഭക്തി തരണേ അങ്ങനെയല്ല. അമ്മയാണെങ്കിൽ ഈ വലിയ കിരീടമൊക്കെ വെച്ച് 4 കൈകൾ ലോകം ചിന്താമണി ഗ്രഹത്തിൽ ഇരുന്ന് സുഖിക്കുമ്പോ മക്കള് തെരുവ് നായകളെ പോയി നടക്കാൻ പറ്റില്ല. മക്കളും സുഖിച്ചേ പറ്റൂ. അമ്മയുടെ അമ്മയുടെ മോളാണെങ്കിൽ അതുപോലെ രാജകീയമായിട്ട് ജീവിക്കണം ഉപാസകൻ. അതിന് പ്രാർത്ഥിക്കാൻ ഒരു തെറ്റുമില്ല. നമ്മളിങ്ങനെ ഭക്തി വന്നേ ഇന്ന് ഞാൻ ഇങ്ങനെയൊക്കെ മതി ഒന്നും അല്ല. ഇവിടെ ഭഗവതിയെ പൂജിക്കുന്നവർ അങ്ങനെ വേണം നിൽക്കാൻ. അതുകൊണ്ടല്ലേ ലക്ഷ്മി അങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുക വിഷ്ണു. ഈ ലോകം നോക്കിയ തരത്തിൽ ഈ തൊട്ട് വേണം. ലക്ഷ്മി പോയാൽ കരയാൻ തുടങ്ങും, അല്ലെ? അതുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ സോപ്പിട്ട് കൂടെ കൊണ്ട് നടക്കാണ്. ലക്ഷ്മിപതി എന്നൊക്കെ പറഞ്ഞ് നീയാണ് ഏറ്റവും വലുത് എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് നടക്കുന്നത്. ഇതിന്റെ രക്ഷകർത്താവ്. പക്ഷെ റിസർവ് ബാങ്ക് മുഴുവൻ അപ്പുറയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും അവരവരുടെ ഉള്ളിലെ ധർമ്മപരമായിട്ടുള്ള, അധർമ്മമല്ലാത്ത ധാർമ്മികമായിട്ട് ഒരു മനുഷ്യനെ ആഗ്രഹിക്കാവുന്ന എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ ലിസ്റ്റ് ഇട്ട് വെച്ചിട്ട് പറഞ്ഞു കേൾപ്പിച്ചാൽ അമ്മ ഇരുന്ന് കേട്ടുകൊള്ളണം. അത് അമ്മയുടെ ധർമ്മമാണ് എന്നുള്ള വാശിയില് അമ്മയോട് അടുത്ത് നോക്കും. അപ്പൊ ഈ പറയുന്ന കാമദായിനി എന്നുള്ള മന്ത്രത്തിന്റെ എനിക്കുണ്ടായതുപോലെ അനവധി അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും, ഒരു സംശയമില്ല. ഞാൻ അടുത്ത മന്ത്രം പറയണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഇത് പറഞ്ഞ കുറെ സമയമായി. 9:58 ഇനി പറയാൻ പോയി കഴിഞ്ഞാൽ വേറെ ഒരുപാട് പോകും. എന്തായാലും എല്ലാവർക്കും ഇപ്പൊ ഈ നിമിഷത്തിൽ തന്നെ എന്തൊക്കെയാണോ ആഗ്രഹങ്ങളുള്ളത് അത് സത്യസന്ധമായിരിക്കണം. ആർക്കും ഒരു ദ്രോഹം, ഒരു മനോവിഷമം ഉണ്ടാവുന്ന ആഗ്രഹങ്ങളാവരുത്. അപ്പുറത്തെ വീടിന്റെ ആ തെക്കേ മൂല ഒന്ന് ഇടിഞ്ഞു വീഴുന്നില്ലെങ്കിൽ എന്നൊന്നും ചിന്തിച്ചേക്കരുത്. ആ ഗോവിന്ദ ശരിയില്ല, അവന്റെ കാല് 4 സ്കൂട്ടറിൽ കയറുമ്പോ അപ്പൊ ഒഴിയണേ. തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ കാലൊടിഞ്ഞിരിക്കും. കാരണം ആക്ഷൻ റിയാക്ഷൻ അങ്ങനെയൊന്നും വരാതെ എല്ലാവർക്കും നന്മ വരണമെന്നും പ്രാർത്ഥിക്കണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഒരാള് അപ്പൊ അവക്കും സുഖം കിട്ടൂലേ? അത് വേണ്ട, അവക്ക് സുഖം കിട്ടിയ പ്രശ്നം. അതുകൊണ്ട് അവൾ ഒഴിച്ച് ബാക്കി എല്ലാ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ നമ്മൾ പറയും. സ്വാർത്ഥര. അമ്മയുടെ സ്വാർത്ഥത മക്കൾക്ക് കാണിക്കാം.
ആർക്കും ദ്രോഹം വരാതിരിക്കട്ടെ. എല്ലാ ആഗ്രഹങ്ങളും അമ്മ സാധിപ്പിച്ചു തരട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഊണ് കഴിച്ചിട്ടില്ല, ഇനി വേണം ഊണ് കഴിക്കാം, നല്ല വിശപ്പ്. ശരി, പറയൂ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. കേട്ടില്ല. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഒന്ന് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. എല്ലാവരും ധ്യാനത്തിലായി പോയി, അറിയില്ല. ചിലപ്പോ ആഗ്രഹിക്കുമായിരിക്കും അത് കിട്ടണം ഇത് കിട്ടണം. ശരി ശരി ശരി, എന്തായാലും വേറെ ഒന്നുമില്ല. അപ്പോ നിർത്താമല്ലോ അല്ലേ ശ്രീരാമൻ? എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിക്കാം. ഒന്നുമില്ല. എല്ലാവരും ഭക്തിയിലേക്ക് വളരെ നന്നായിട്ടുണ്ട് എക്സ്പ്ലനേഷൻ ഒക്കെ. ഇതിലെന്താ പറയാ, ഇതിനെ പറ്റി കൂടുതലൊന്നും പറയാനില്ല. നമുക്ക് അനുഭവിക്കാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. ആ ലെവലിലേക്ക് എത്തിയിട്ടുമില്ല.